കർത്താവ് എന്റെ മനസ്സിൽ നൽകിയ ഒരു ചിന്ത മാത്രം നിങ്ങളുടെ ഈ വചന ധ്യാനത്തിന്റെ മുമ്പിൽ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ May ആഗ്രഹിക്കുന്നു. the Lord bless you all. I just want to share a small thought with you and pray. നമ്മൾ ഈ കാലഘട്ടം വളരെ പ്രയാസത്തിലൂടെ പോകുന്ന ഒരു കാലഘട്ടം ലോകം മുഴുവൻ. The whole world is going through a time of toughness or difficulty. പക്ഷേ ഒരു കൂട്ടം ജനമെല്ലാം കർത്താവിന്റെ മുഖം അന്വേഷിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സമയവും കൂടിയായിരുന്നു. At the same time, we are a group of people who are seeking the face of the Lord. ഞാൻ എപ്പോഴും പറയും, നമ്മളെല്ലാവരും പോസിറ്റീവായിട്ടുള്ള കാര്യം പറയണമെന്ന് പറയും. പോസിറ്റീവായിട്ടുള്ള We always say that we should always speak positive things. ഇപ്പം ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങോട്ട് നമ്മുടെ ചർച്ചിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. I just come after a meeting in our own church in Kottayam. ഞാനിപ്പം ചർച്ചിൽ പറഞ്ഞൊരു വാക്കുണ്ട്. There's a word I told in the church. ഈ 5 മാസത്തിൽ 2020 ലോകം കേട്ട ഏറ്റവും നെഗറ്റീവ് വേർഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? You know the negative word that the whole world heard in the last 1 year? Last 1 year, last 5 months. 5 months. ലോകം കേട്ട ഏറ്റവും നെഗറ്റീവ് വേർഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് എന്നാണ്. The most negative word the whole world heard in the last 5 months, positive. കാര്യം മനസ്സിലായല്ലോ അല്ലേ? I hope you understand that. Yes. കാരണം ജനം ഭയപരവശരായി മാറുകയാണ്. People are just getting fearful. പക്ഷെ അതിന്റെ അകത്ത് ദൈവം തന്റെ മക്കളെ സുരക്ഷിതമായിട്ട് പരിപാലിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. But we know that the Lord is keeping us, His children, in His care, which is a joyful thing for us to remember and pray. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സങ്കടങ്ങളെയൊക്കെ ദൈവം മാറ്റി നിങ്ങൾക്ക് ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ മേലാക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ നിമിഷം ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നതായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for the presence of God who is going to remove your sickness and your clothes and is going to give you a festival of joy. Hallelujah. Amen. Amen. പ്രിയ ഷിജുപാസ്റ്ററെ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ഷിജുപാസ് ഉൾപ്പെടെയുള്ള അനേക ദൈവസഭകൾ നിങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെട്ട അനേകർ ഒന്നിച്ച് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ റിസൾട്ട് 2 മിനിറ്റ് വാക്കിൽ പറഞ്ഞ് ഞാൻ മെസ്സേജിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. I'm going to move into this message by giving you a testimony. Pastor Shiju, your church and many churches prayed, and this is the result. Let me tell you that testimony to start with. എനിക്ക് ആകെ ഒരു സഹോദരനേ ഉള്ളൂ. അദ്ദേഹം ഇപ്പോൾ അയർലൻഡിലാണ്. I have only one friend, a brother. He's in Ireland. പേര് ജോബി. His name is Joby. ഭാര്യ ബ്യൂല. Beulah is his wife's name. 2 കുഞ്ഞുങ്ങളുണ്ട്. 4.5 വയസ്സുള്ള ഒരു മൂത്ത മോള്, 10 മാസം പ്രായമുള്ള മോൻ. 4.5 years old daughter, 10-month-old son. അവരുടെ മമ്മി, ബ്യൂലയുടെ മമ്മി 62 വയസ്സുള്ള ഒരു അമ്മച്ചി. 62-year-old mom of Beulah. ഒറ്റയാഴ്ച കൊണ്ട് ഈ 4 പേര്, ഇതിനകത്ത് 4 പേര്, കുഞ്ഞു ഉൾപ്പെടെ കൊച്ചിനെ ഒഴികെ ബാക്കി 4 പേരുടെ ലൈഫിലേക്ക് കോവിഡ് കയറി വന്നു. The COVID came into the life of all these 4 people except the little baby. വളരെ പ്രയാസപ്പെട്ട കുടുംബം. The family really struggled. എന്റെ സഹോദരനാണെങ്കിൽ അല്പം ചെസ്റ്റിന് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. My brother had a chest infection. പെട്ടെന്ന് അവിടുത്തെ ആംബുലൻസ് എമർജൻസി വിളിച്ച് ഹോസ്പിറ്റലിൽ ചെന്നു. കോവിഡ് വാർഡിൽ അഡ്മിറ്റ് ആയി. He was admitted in the COVID ward. They called the ambulance. They got into the emergency ward, the COVID ward. 5 ദിവസത്തോളം ഓക്സിജൻ ഒക്കെ കൊടുത്ത് വളരെ പ്രയാസപ്പെട്ടിരുന്നു. He had to intake oxygen for 5 days. He really struggled. ആ സമയത്ത് പാസ്റ്റർ അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. At that time, pastor called him. You're welcome. ആമേൻ. സ്തോത്രം. അവസാനത്തെ ആഴ്ചയിൽ നമ്മുടെ ഗുഡ് ഫ്രൈഡേ, സാറ്റർഡേ, റിസറക്ഷൻ ഡേ, 3 ദിവസങ്ങൾ വളരെ പ്രയാസപ്പെട്ട ശരീര അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നുപോയി. During the Passion Week, towards the end of Passion Week and Easter, he really struggled, went through such a tough time. ഒരു വാക്ക് സംസാരിക്കണമെങ്കിൽ ഒത്തിരി മിനിറ്റുകൾ അദ്ദേഹത്തിന് വേണ്ടി വന്നു. If he had to speak a word, he needed lots of time to speak one word. 4 ദിവസത്തോളം ഇരുന്ന സമയം കളഞ്ഞു. 4 days he was seated and spent time. കാരണം എന്നെക്കാളും ആരോഗ്യമുള്ള ആ മനുഷ്യന് അവന് ബെഡിൽ കിടന്നാൽ പെട്ടെന്ന് ശ്വാസം മുട്ടുന്നു. Because more healthier than me, but when he is on the bed, he was losing his breath. Amen. സ്തോത്രം. സ്ലീപ്പിംഗ് പിൽസ് ചോദിച്ചു, ഡോക്ടേഴ്സ് കൊടുത്തില്ല. He asked the doctors for sleeping pills. They said no. ചിരിച്ചാൽ ശ്വാസം മുട്ടും, കരഞ്ഞാൽ ശ്വാസം മുട്ടും, വല്ലാത്തൊരവസ്ഥ. If he smiles, he begins to become breathless. If he is sad, he begins to become breathless. A terrible situation to be.
ഞാൻ ഒത്തിരി ചർച്ചിനോടും പാസ്റ്റേഴ്സിനോടും പറഞ്ഞു, എന്റെ വീട്ടിൽ മാത്രം പനിയാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. In my house, I said that he just has a fever. But many pastors, many churches, I told them, please pray for my younger brother. പപ്പായുടെ അമ്മയും സങ്കടപ്പെടണ്ടല്ലോ എന്ന് ഓർത്ത് പനിയാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. I just told my parents, don't, so that they will not be upset that my brother only had a small fever. ഇന്ത്യൻ ടൈം വെളുപ്പിനെ ഞങ്ങൾ ഇന്ത്യൻ ടൈം ഒന്നിച്ചിരുന്ന ഓൺലൈനിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. We started to pray online, Indian time, early morning. Me and my brother, we started to pray together. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ തൊട്ട് ഫ്രണ്ടിലത്തെ ഒരു ബെഡില് പുതിയ അഡ്മിഷൻ വന്നു, എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര അസൂയ തോന്നുന്നു, കൂർക്കം വലിച്ചിരുന്ന് ഉറങ്ങുന്നു. So he told me that a new admission has come in the ward. That guy is really sleeping well, and I am really jealous of him, my brother told me. ഞാൻ ഇതെല്ലാം പറഞ്ഞു എന്നോട് പറയാം, എനിക്ക് ഭയങ്കര അസൂയ തോന്നുന്നു, കാരണം ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കുന്ന ഒച്ച എന്റെ ബെഡിൽ കേൾക്കാൻ പറ്റുന്നു. Because I can hear the new patient snoring. I really feel jealous, he told me, my brother told me. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ടോയ്ലറ്റിൽ നിന്ന് പോയിട്ട് വരട്ടെ, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. I said, I want to pray. When I told him, come on, let's pray, he said, okay, I'm going to the toilet, then we will pray. ആ ടോയ്ലറ്റിൽ പോയിട്ട് വന്നിട്ട് ഫോൺ അദ്ദേഹം എടുത്തിട്ട് പിന്നെയും അതിഭയങ്കരമായ രീതിയിൽ വാവിട്ട് കരയുന്ന ശബ്ദം മാത്രം എനിക്ക് കേൾക്കാം. Again, after going to the toilet and coming back, I could hear him just crying. I could only hear his voice of crying. കരച്ചിലിനിടയ്ക്ക് അദ്ദേഹം എനിക്ക് മെസ്സേജ് ഇട്ടു, അദ്ദേഹം കൂർക്കം വലിക്കുകയല്ലായിരുന്നു, എന്നെക്കാളും അതിശക്തമായ രീതിയിൽ ശ്വാസം മുട്ടുന്ന ശബ്ദമാണ് കൂർക്കം വലി പോലെ എനിക്ക് തോന്നിയത്. Oh, then he said, oh no, my neighbor, it was a mistake. He was actually screaming, desiring for breath. That is what I heard, not his snoring. And he began to cry. My brother began to cry. ഞാൻ ചോദിച്ചു, ഇപ്പൊ നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? I said, why are you crying now? അവൻ പറഞ്ഞു, നാളെയോ മറ്റന്നാളോ ചിലപ്പോൾ എന്റെ ഈ സ്ഥിതി ഈ രീതിയിലേക്ക് വഷളാകാൻ സാധ്യതയുണ്ട്. Is it tomorrow or day after I can become like this? പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് ഒരു ബോധ്യം നൽകി. The Holy Spirit gave me a conviction inside me. ഞാൻ ചോദിച്ചു, നിനക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് നിനക്ക് പറയാൻ പറ്റുമോ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. He said, can you go and tell him that you are going to pray for him, that you are willing to pray for him? അവൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ പോകാൻ സാധിക്കത്തില്ല, പക്ഷെ നമുക്ക് ഒന്നിച്ച് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. So he said, I am not allowed to go like that in this ward, but we will together pray for him. ഞാനും എന്റെ ബ്രദറിന്റെ വൈഫും കൂടെ ഗ്രൂപ്പ് കോളിംഗിൽ നിന്നുകൊണ്ട് ഒരു 10 മിനിറ്റ് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. For about 10 minutes, we prayed for that man, me, my brother, and his wife Beulah. കർത്താവിന്റെ വലിയ അത്ഭുതം കേൾക്കണോ? You listen to the miracle of the Lord. ആ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ശബ്ദം കേൾക്കുന്നത് കുറഞ്ഞു. 10 minutes, that sound began to come out. Hallelujah. എന്നോട് പറഞ്ഞു, വെയിറ്റ് ചെയ്യും, ഞാൻ പോയി നോക്കട്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ബ്രദർ ആ ബെഡ് എഴുന്നിട്ട് അവിടെ പോയി നോക്കുമ്പോൾ അദ്ദേഹം സുഖമായിട്ട് ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നു. When my brother went up to look into the bed, this man was really sleeping in peace. Hallelujah. ഞാൻ പറഞ്ഞു, ഇത് നിന്റെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പോവാ. I said, this what you have sowed is going to come back to your life. അങ്ങനെ ഞങ്ങൾ ഫോൺ കട്ട് ചെയ്തു. പിറ്റേ ദിവസം റിസപ്ഷൻ ഡേയില് സൺഡേ മോർണിംഗിൽ അദ്ദേഹം എനിക്ക് മെസ്സേജ് ഇട്ടു. 5 ദിവസത്തിന് ശേഷം അവിടുത്തെ 12 മണി തൊട്ട് 7:30 വരെയുള്ള 6.5 മണിക്കൂറുകൾ എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ കർത്താവ് കൃപ നൽകി. After 5 days, I have been able to sleep well. He called out and told me, hallelujah. അന്ന് രാത്രി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ഇന്ന് ആരോഗ്യത്തോടെ ഒരു കുടുംബമായിട്ട് ദൈവത്തിൽ സന്തോഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. കർത്താവ് ചെയ്ത ഉപകാരത്തിന് സ്തോത്രം. Thanking God for his wonderful miracle. The same night he was discharged, they all came back to their home and they are glorifying God. Our God is a great God. Thank you, church, for your prayer. Hallelujah. Lord reigns. Hallelujah. Amen. കർത്താവ് നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു വേദഭാഗം പെട്ടെന്ന് മുമ്പിലുള്ള സമയത്ത് ചില ചിന്തകൾ മാത്രം പറയാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. Without losing any more time, I just want to share with you what the Lord has put in my heart. മത്തായി സുവിശേഷം 15-ാമത്തെ അധ്യായം. മത്തായി സുവിശേഷം 15-ാമത്തെ അധ്യായം. Matthew chapter 15. 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. Verses 21 to 28. Pastor വായിച്ചു, Pastor. ഞാൻ എല്ലാം അൺമ്യൂട്ട് ചെയ്തിരിക്കാം. ഓക്കേ, ഞാൻ 2 വാക്യം, എനിക്ക് അത്ര ആ ഒരു പാസേജ് ആണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് നൽകിയത്. Matthew 15, 21 to 28, 7 verses is what the Holy Spirit has given me to speak to all of us. നിങ്ങളത് വായിച്ചോണം. ഞാൻ അതിനകത്ത് 1-2 വാക്യങ്ങൾ മാത്രം പറഞ്ഞ് വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. I'm just going to take 1 or 2 verses from that. You can read it, but I'm just going to take 1 or 2 verses and go forward. 21-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശത്തിലേക്ക് വാങ്ങിപ്പോയി. Okay, Jesus went away from there and withdrew to the district of Tyre and Sidon. ആ ദേശത്ത് ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നിട്ട്
കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് എന്റെ മകൾക്ക് ഭൂതോദ്രവം ബാധിച്ചിരിക്കുന്നുവെന്നും നിലവിളിച്ചു പറഞ്ഞു. Behold, a Canaanite woman from that region came out and was crying, have mercy on me, O Lord, son of David, my daughter is severely oppressed by a demon. ഓക്കെ, ഞാൻ ആ ഭാഗത്തുനിന്ന് ഒന്ന് രണ്ട് ആശയങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. I trust in the Lord to tell you a couple of things from those two verses to start with. കർത്താവായ യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയിൽ, The ministry of the Lord Jesus Christ, അധികം പോകാത്ത ഒരു സ്ഥലമാണ് സോർ സീദോൻ എന്ന് പറയുന്ന ദേശം. Zor and what's that place? Tyre and Sidon is a place where Jesus has not gone much to or his ministry. പോകാനൊരു എനിക്കൊന്ന് താല്പര്യം പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. It is a place where nobody had a desire even to go and visit. ഞാൻ അതിനൊരു പ്രൂവ് ചെയ്യാൻ വേണ്ടി അതിന്റെ 23-ാമത്തെ വാക്യം ഞാൻ ഇങ്ങനെ വായിപ്പിക്കാം. Let me read verse 23 like this. യേശു ഈ സ്ത്രീ യേശുവിന്റെ അടുക്കൽ പല കാര്യങ്ങൾ പറഞ്ഞു. അവരെ ആവശ്യപ്പെട്ടിട്ടും this lady comes to Jesus and talks in many words and terms. Jesus listens to her. അവൻ അവളോട് ഒരു വാക്ക് പോലും മറുപടി പറയുന്നില്ല. Oh, he is not saying anything in reply to her. നിങ്ങൾക്ക് അങ്ങനെ ഒരു യേശുവിനെ അറിയാമോ? Do you know of a Jesus like that? ഇവിടെ കരയുന്നവനോട് കരയുന്ന യേശുവിനെ എനിക്കറിയാം. I know the Jesus who cries with the one who cries. ആമേൻ. സന്തോഷിക്കുന്നവനോട് സന്തോഷിക്കുന്നവനെ എനിക്കറിയാം. I know the Jesus who is happy and rejoices with the one who rejoices. വിശക്കുന്നവൻ അപ്പം കൊടുക്കുന്നവനെ എനിക്കറിയാം. I know the Jesus who feeds those who are hungry. നിലവിളിക്കുന്നവർക്ക് വേണ്ടി നിൽക്കുന്ന ദൈവത്തെ എനിക്കറിയാം. I know a God who stands for those who cries out to him. പക്ഷെ സീദോനിലുള്ള ഒരു സഹോദരി അവിടെ വിഷമം പറഞ്ഞിട്ടും യേശു റിപ്ലൈ ചെയ്യുന്നില്ല. But Jesus is not responding or replying for this lady who is in Sidon. യേശു റിപ്ലൈ ചെയ്യുന്നില്ലെന്ന് പറയുന്നതിനേക്കാളും അതിന്റെ സീരിയസ്നെസ് എന്നാന്ന് പറയാം. അടുത്ത വാക്യത്തിൽ ശിഷ്യന്മാര് റിപ്ലൈ ചെയ്യുന്നു ആ കാര്യത്തിൽ. Not only is Jesus quiet, the disciples are responding to her to keep her quiet, I think. യേശുവിനോട് ചെന്നിട്ട് ശിഷ്യന്മാര് പറയും, എന്റെ പൊന്നച്ഛ അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്ക, കുറെ നേരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുക. You see the gravity of Jesus' silence. The disciples are now working out and said, Lord, please do something and send this lady away. ഈ വാക്ക് എന്റെ അകത്ത് കടന്ന് കറങ്ങി തുടങ്ങി. Oh no, this word began to work in my heart. യേശു അങ്ങേക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? I said, Lord, why can you ever be quiet to a person who's asking? അല്ല, മിണ്ടിയില്ലെങ്കിൽ എന്താ അതിന് കാരണം? Now, if you are silent, what is the reason for that? ഇന്ന് രാത്രിയിലും ആമേൻ ഈ ഓൺലൈനിൽ വചനം കേൾക്കുന്ന സഭയോട്, ആമേൻ വചനം കേൾക്കുന്ന കുടുംബാംഗങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. I want all of us to know tonight, our God is faithful and strong to work for all of us. അത് ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നേ. I'm telling you from the experience of my life. എന്റെ ടെസ്റ്റിമണിയൊക്കെ ഞാൻ ആ ചർച്ചിൽ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് വരാത്തെ. I'm not going to my testimony. I've spoken in that in Revival Church, my testimony in the past years. ഞാൻ ഈ ഭാഗം പഠിക്കാൻ വേണ്ടി ഒരു വാക്യം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. മത്തായി സുവിശേഷം തന്നെ 11-ാം അധ്യായം 20-21 വാക്യം. Matthew 11:20-21 will give us a deeper insight into what we are listening now. നമ്മൾ ആ ഭാഗത്തേക്ക് പോകും. എന്തുകൊണ്ട് യേശു ആ സ്ത്രീയോട് മിണ്ടാഞ്ഞ്? Why did Jesus not speak to that lady? നിങ്ങൾ ആ 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ പറ്റുമോ? Can you read verse? നിങ്ങൾ ബൈബിളിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഞാൻ ആ വാക്യം വായിക്കാം. പിന്നെ അവൻ തന്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. Then he began to denounce. Go ahead. Then he began to denounce the cities where most of his mighty works had been done because they did not repent. മാനസാന്തരപ്പെടാതെയാൽ ശാസിച്ചു തുടങ്ങി. Because they did not repent, he began to become upset with them. He began to chide them. രണ്ട് പട്ടണങ്ങളെ വഴക്ക് പറയുന്നേ. Two cities he is rebuking. ഒന്ന് കോരസീൻ. One is Chorazin. രണ്ട് ബെത്സൈദ. The other was Bethsaida. അവരെ രണ്ടുപേരോടും വഴക്ക് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളിൽ നടന്നത് ഈ സോർ സീദോനിൽ നടന്നിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ മാനസാന്തരപ്പെട്ടേനെ. He is upset with them. He said, the kind of mighty works, oh Chorazin and Bethsaida, that has been done in you. If you had repented, if you had seen the works, then definitely there would have been a repentance. He is calling them out. എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. ഞാൻ വളരെ ശാന്തമായ ഭാഷയെ പറയാൻ ആഗ്രഹിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്യും.
Our Lord will do miracles. നിങ്ങൾ അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുന്നെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യും. Our God will even do miracles today. അത്ഭുതങ്ങളുടെ പിന്നിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ലെവലുണ്ട്. There is a level which God expects from miracles through miracles. Amen. 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 ഒരു അത്ഭുതം കർത്താവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഏറ്റവും ചെറിയ ഭാഷയിൽ പറയുന്നു, മാനസാന്തരമെങ്കിലും പെടണം. The minimum response God expects from him is repentance. There should be a change of heart towards him, which is the minimum thing that God expects when we are recipients of a miracle. Hallelujah. Hallelujah. Amen. നിങ്ങളുടെ സ്റ്റേറ്റിൽ, നിങ്ങളുടെ ആ ലൊക്കാലിറ്റിയിൽ മാത്രമുള്ളവരാണോ ഇന്ന് ഈ മീറ്റിംഗിനകത്തുണ്ടെന്ന് അറിയത്തില്ല. ലോകത്തിന്റെ ഏതെങ്കിലും രാജ്യത്തിന്റെ കോണിൽ ഇരുന്നാണ് എന്റെ ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ ചാലിച്ച് ഞാൻ ഈ വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. അവൻ ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവൻ ശക്തനാണ്. നീ ആരാണെന്ന് പോലും അവൻ നോക്കത്തില്ല. പക്ഷെ ഒരു അത്ഭുതം നീ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് അവന് നിന്നിൽ നിന്നും ആവശ്യം നമ്മുടെ റിപ്പൻഡൻസ് ആണ്. Whoever you are, you may be listening to me in any part of the world. I want to tell you, you are a recipient of any miracle that you want. God does not look at you, your personality, your past, but one thing he wants, minimum a miracle, minimum a repentance must come from you. Hallelujah. Hallelujah. ഞാനൊരു ഉദാഹരണം വിശുദ്ധ ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ പറയാം. I'm going to tell you from the Bible itself. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ In Luke chapter 5, പത്രോസിന്റെ പടക യേശു ഒരല്പസമയത്തേക്ക് പ്ലാറ്റ്ഫോം ആക്കി എടുത്തു. Jesus took the boat of Peter as his pulpit and platform for a few minutes, maybe an hour. ആ പത്രോസിന്റെ പടകിൽ നിന്നുകൊണ്ട് യേശു തന്റെ അടുക്കൽ വന്നവരെ എല്ലാവരോടും വചനത്തെ സംസാരിച്ചു. And Jesus began to preach to all the people there using the boat of Peter. പ്രസംഗാനന്തരം പത്രോസിനോട് യേശു പറയുന്നു, After the message, Jesus begins to tell Peter, നീ ഈ പടകിനെ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. Go and launch into the deep, Peter. ഞാൻ എന്റെ മെസ്സേജ് അതല്ലാത്തോണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കയറുന്നില്ല. രണ്ട് പടക് നിറച്ച് മീൻ കിട്ടി. Peter got his miracle which he wanted. അത്ര ശരിയാണ്. We are agreed on that. രണ്ട് പടക് നിറച്ച് മീൻ. He got his boats, 2 boats full of fish. പത്രോസിന്റെ കണ്ണ് അത്ഭുതത്തെ കണ്ടു. Oh, Peter's eyes saw the miracle. ഞാൻ അതിനകത്ത് പറയാറുള്ള ഒരു വാക്കുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഒഴിഞ്ഞ പടകും. 5-ാം അധ്യായം ആ പാരഗ്രാഫ് തീരുമ്പോൾ ആ പടകിന്റെ പ്രത്യേകത നിറഞ്ഞ പടകുമാണ്. Chapter 5 verse 1 shows us an empty boat. 5:12 shows us a full boat, a miracle from Jesus. അതാണ് അത്ഭുതം. That is a miracle. ഒഴിഞ്ഞ പടകിനെ നിറച്ച പടകാക്കി മാറ്റി. Jesus changed an empty boat into a full boat. What an amazing miracle. ആമേൻ. പക്ഷേ എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയത് അതിന്റെ ഇടയ്ക്ക് ഒരു കൊച്ചു വാക്യം എഴുതി വെച്ചു. There is a small verse which the Holy Spirit took me to. 8-ാമത്തെ വാക്യം verse 8, 5 verse 8 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 5:8 says like this. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട്, When Peter saw it, എന്താ കണ്ടേ? what did he see? ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. കാലിയായ പടകല്ല കണ്ടേ, നിറഞ്ഞ പടക്. Peter did not see anymore an empty boat. He saw a full boat. Amen. അത് കണ്ടിട്ട് പത്രോസിന്റെ പ്രതികരണം കണ്ടോ? You see the response of Peter? എന്താ പറഞ്ഞ, ഞാൻ പോയി ഇത് വിറ്റ് ബിസിനസ് ചെയ്ത് എന്റെ കുടുംബത്തെ നോക്കിക്കൊള്ളാച്ചാ, പിന്നെ വല്ലപ്പോഴും ഞായറാഴ്ച നമുക്കൊന്ന് കാണാം എന്നാണ് പറഞ്ഞിറങ്ങിയത്. Peter did not say, I'm going to sell all this fish and start Peter and Company fishing market. Once in a while, I'll come on Sunday and see you. Peter didn't say that. പരിശുദ്ധാത്മാവ് ഞാനൊരു ദൂത് ഈ ഓൺലൈനിൽ ഞാൻ പറയാം. ഒന്നും കൂടെ നമ്മുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും ഒന്നും കൂടെ ഉറപ്പിക്കുന്ന പകലാക്കി ഈ പകൽ തീരട്ടെ. The Holy Spirit is conveying to every one of us a particular word of prophecy that has come now. Make sure that your election and calling is perfect before God. Hallelujah. Receive it, receive it, receive it. Thank you, Jesus. We worship. നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നോ? ആമേൻ. കർത്താവ് എന്റെ ലൈഫിൽ എനിക്ക് ചിലവരുടെ എങ്കിലും ആമേൻ ഫേസ് കാണാൻ പറ്റുന്നുണ്ട്. ചിലവര് ആമേൻ സ്തോത്രം ഞങ്ങളുടെ നാട്ടിലെ ആധാർ കാർഡിന്റെ രീതിയിലുള്ള ഫോട്ടോ ഇട്ടിരിക്കുക.
അതിന്റെ പിന്നിൽ എന്താ സംഭവിക്കുന്നത് എനിക്കറിയുന്നില്ല. I can see the photos of many, but many of you have put a picture in front of your Zoom ID with like an Aadhaar in India, Aadhaar card photo. Praise God. അച്ഛാ ഞാനൊരു ഒമാനിൽ ഒരു ചർച്ചിൽ പ്രസംഗിച്ചു. നമ്മുടെ സുഹൃത്തിന്റെ ചർച്ച. I was preaching in a friend's church in Oman. ഈ ചർച്ച പ്രസംഗത്തിന് ശേഷം അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, അവിടുത്തെ ആരോ ആണ് ജോൺ അബ്രഹാമിനെ വിളിച്ചത്. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ജോൺ അബ്രഹാം ഉണ്ടോ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ജോൺ അബ്രഹാം ഉണ്ടോ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത് പിന്നെ ഞാൻ യൂട്യൂബിൽ ഇടും കേട്ടോ. So the pastor there called somebody called John Abraham. ഉള്ളതായിട്ട് കുഴപ്പമില്ല. ഓക്കെ, ഈ ജോൺ അബ്രഹാമിന് റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ ആധാർ കാർഡിന്റെ ഫോട്ടോ ഇട്ട് മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. So this John Abraham was not responding because he had put an Aadhaar card and he was put off his microphone. It was in Zoom. ഈ പാസ്റ്റർ ഇദ്ദേഹത്തിന്റെ പേര് വിളിക്കുന്ന കേട്ടിട്ടാണ് ജോൺ അബ്രഹാമിന്റെ കുഞ്ഞു വന്നിരുന്ന് ഓൺ ചെയ്തു. So John Abraham's child came and switched the Zoom on because the pastor kept on calling John Abraham, John Abraham. അപ്പൊ കണ്ട കാഴ്ച എന്നാന്നറിയാവോ? ഒരു കയ്യിൽ ഒരു കോഴി ഉണ്ട്, ഒരു കയ്യിൽ ഒരു കത്തി ഇരിപ്പുണ്ട്. അദ്ദേഹം ഓൺ ചെയ്തിട്ടിട്ട് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. I didn't hear you. What was he doing? എന്താ ചെയ്തേ? അദ്ദേഹം ഞാൻ പറഞ്ഞ കേക്കാവോ? അവിടെ കേക്കാവോ? കേക്കാം, പറഞ്ഞോ വിശ്വാസത്തിൽ പറഞ്ഞോ, കേട്ടോളൂ. ആ മകൻ ഇത് ഓൺ ചെയ്തപ്പോഴത്തേന് കണ്ടത് ഈ ജോൺ അബ്രഹാമിന്റെ ഒരു കയ്യിൽ ഒരു കോഴിയുടെ പീസ് ഉണ്ട്, ഒരു കയ്യിൽ കത്തി ഉണ്ട്. അദ്ദേഹം അടുക്കളയിൽ ഇതിന്റെ പരിപാടിക്കിടയ്ക്കായി ഓൺലൈൻ കേട്ടോണ്ടിരിക്കുന്നു. He was John Abraham, brother, was listening to the Zoom meeting by sitting in the chicken. He had a chicken in his hand and he had a knife on the other side. Hallelujah. I can see a lot of us nudging each other. Hallelujah. അപ്പം ഇതിനിടയ്ക്ക് ഇതിനകത്ത് തന്നെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. If everybody is here like that, I'm asking. Hallelujah. അതൊരു കുറുക്കി കൊണ്ട വചനമാ. കാരണം എന്താണെന്നറിയാവോ? ഇപ്പൊ നമ്മുടെ മീറ്റിംഗ് തീരുമ്പോ ഏകദേശം 1 മണിയാവും. ഉച്ചയ്ക്കത്ത് വയറിനകത്തു നിന്നുള്ള കോള് വരും. വയറിലെ രണ്ടും കൂടെ ഒന്നിച്ച് പോകണമല്ലോ. By the time this meeting is over, there will be a call from our stomach. എത്ര പേരുടെ പറയുന്നുണ്ട് എന്റെ ലൈഫ് ഒരു അത്ഭുതം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നവർ ഇപ്പോൾ ആ കരങ്ങളൊന്ന് ഉയർത്തും. എന്റെ ലൈഫിൽ ഞാൻ ഒരു അത്ഭുതം കണ്ടിട്ടുണ്ട്. How many of you think that you have seen a miracle in your life? May you lift your hands right now and praise God. Hallelujah. അത്ഭുതം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാണെന്നറിയാവോ? If we have seen a miracle, then how would our response be, people of God? പത്രോസിനെ പോലെ ആയിരിക്കണം. We should be like Peter. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. 8ാമത്തെ വാക്യം 5:8 ലൂക്കോസ്. Luke 5:8. I'm going to read again. Luke 5:8. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. Peter fell at Jesus' feet when he saw the miracle. To Jesus be the glory. ഒന്നും കിട്ടാതെ വരുമ്പോൾ നമ്മൾ യേശുവിന്റെ കാലിലോട്ട് വീഴും. We all fall at the feet of Jesus when we don't get anything. പക്ഷെ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുക ഞാൻ കാൽക്കലോട്ട് വീഴുന്നു. But after getting his fullness, we see Peter falling at the feet of Jesus. അടുത്ത വാക്ക് പത്രോസ് തിരിച്ചു പറയുന്ന വാക്കാണ് ഞാൻ ആരാണ്. The next verse he calls Lord Jesus, I am. He calls out about himself. ഞാൻ ആരാണ്? 2 ബോട്ട് നിറച്ച് മീൻ കിട്ടിയാൽ ഞാൻ ധനവാനാണെന്നൊന്നും അല്ല പറഞ്ഞേ. He never said that I am never rich man because my boat is full. He did not say that. അദ്ദേഹം പറയുന്നു ഞാൻ പാപിയാണ്. He calls out to Jesus and says, oh, I am a sinner, Lord. അദ്ദേഹം പറയുന്നു ഞാൻ പാപിയാണ്. I am a sinner, Lord. Peter cries out. ഇന്ന് പകലിൽ ഞാൻ പറയാം, യേശു ആ പടകിൽ നിന്നുകൊണ്ട് പത്രോസിനോട് നോക്കി നീ പാപിയാണെന്ന്, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ഇന്നെ ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. അത്ഭുതം അവനെ കൊണ്ട് പറയിക്കാൻ തുടങ്ങി. എന്റെ ജീവിതത്തിൽ റിപ്പൻഡൻസ് അവന്റെ ലൈഫിൽ ഉണ്ടാകുന്നു. You see, what Jesus did is not to point a finger and condemn him and throw him out. Jesus did a miracle of goodness for him so that he may really repent from his heart and come to God. What an amazing perspective. Hallelujah. അതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. That is what God desires from us. ചിലപ്പോൾ ഇന്ന് രാത്രിയിൽ മാനസാന്തരത്തെ പറ്റി പ്രസംഗിക്കത്തില്ല. Tonight God may not speak to you about repentance. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യവും ചിലപ്പോൾ ഉപദേശങ്ങൾ ഇതിനകത്ത് പറയത്തില്ല. Maybe all the things that Jesus has said may not be in the scripture.
പക്ഷെ നിങ്ങൾ കണ്ട അത്ഭുതം നിങ്ങളെ ആമേൻ ദൈവസന്നിധിയിലേക്ക് നടത്തപ്പെടുന്നതായി മാറണം. But the miracle that God shows you, His goodness, must lead us to His presence more and more and more. അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കർത്താവിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താണ്. Oh, if we understand that, let us praise the Lord from our heart. Hallelujah, hallelujah, hallelujah. നോക്കിക്കേ, യേശു കർത്താവ് രണ്ട് ദേശത്തെ കോരസീനെ ബെത്സയിലെ വഴക്ക് പറയുന്നു. Coming back, Jesus rebuking Chorazin and Sidon. കോരസീനെയും ബെത്സയിലെയും വഴക്ക് പറയുന്നു. നിങ്ങൾ ഒത്തിരി അത്ഭുതം കണ്ടു, പക്ഷെ നിങ്ങൾക്ക് മാനസാന്തരമില്ല. He is rebuking them and saying, you have seen mighty works, but there is no repentance in your life. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ആ യേശു അവിടെ ഒന്നുകൊണ്ട് പറയുകയാണ്, ഇത് ഞാൻ പോകാത്ത സീദോനിൽ നടന്നിരുന്നെങ്കിൽ അവരെന്നെ മാനസാന്തരപ്പെട്ടേനെ. You know, if this mighty works which was done in you were done in Sidon, they would have repented a long time ago. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോർ സീദോനിൽ യേശു പ്രവേശിച്ചു. Soar and Sidon, Jesus entered. ചെന്നിട്ട് അതിനകത്തുള്ള ഒരു സഹോദരിയോട് യേശു ഒന്നും മിണ്ടുന്നില്ല. Jesus is not talking to a sister in that place. Amen. Amen. മറുവശത്ത് ഭാഗത്ത് പറയുന്നു, അത്ഭുതങ്ങൾ കണ്ടവർ മാനസാന്തരപ്പെടാത്തിട്ട് അവരോട് പറയുന്നു, നിങ്ങളുടെ നടുവിൽ നടന്നത് അവിടെ നടന്നിരുന്നെങ്കിൽ സോരിലും സീദോനിലും നടന്നിരുന്ന അവർ രക്ഷപ്പെട്ടു പോയേനെ. On the other side, those who saw his mighty works, he chides them, rebukes them and says, if what was done among you were done in Soar and Sidon, they would have repented. എന്താ ഈ സീദോനിൽ ഇങ്ങനെ തമ്പുരാൻ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ഒരു അകൽച്ച അതിനകത്ത് വെളിപ്പെടുന്നത്? What is this rejection towards the Lord that is manifesting in Zoar and Sidon? നിങ്ങൾ ആ ഭാഗത്തിലേക്ക് ചിന്തിക്കാൻ ഇടയായിട്ടുണ്ടോ? Have you ever been able to think that? Has the Lord given you an insight? ഞാൻ ബൈബിളിൽ നിന്ന് ഈ ദേശത്തിന്റെ ആ പർട്ടിക്കുലർ പ്ലേസിന്റെ ഒരു പ്രത്യേകത മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. I'm going to tell you a particularity of this place and then we are going to pray. We're going to conclude. ഒരു വാക്യം യോവേൽ പ്രവചനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 14 വാക്യം. യോവേൽ പുസ്തകം Joel which chapter? 3-ാം അധ്യായം chapter 3 verse 14. Joel 3:14. I want to go there for a minute and show you what is the problem with this particular region. Okay, ഞാൻ ആ ഭാഗത്തിലേക്ക് വരുന്നു. ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. സോരും സീദോനും സകല ഫെലിസ്ത്യ പ്രദേശങ്ങളുമായുള്ളവേ, നിങ്ങൾക്ക് എന്നോട് എന്തു കാര്യം? യഹോവയായ ദൈവം ആ പർട്ടിക്കുലർ ദേശത്തോട് പ്രവചിക്കുന്നു ഈ യോവേൽ പ്രവാചകൻ മുഖാന്തരം. ഇങ്ങനെ പറയുന്നത്, സോരും സീദോനും ഫെലിസ്ത്യ ദേശവുമായുള്ളവേ, നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യം? Oh, God is speaking in the old covenant through prophet Joel, Zoar and Sidon. You people who are with Philistines, what have I got to do with you? എന്നിട്ട് അടുത്ത പറയുകയാണ്, നിങ്ങളോട് ചെയ്തതിന് പകരം തിരിച്ചു ചെയ്യുവോ? Will you do against me what has been done to you? അല്ല, നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചെയ്യുമെങ്കിൽ ഞാൻ അത് നിങ്ങളുടെ തലയിൽ തിരിച്ചു ചെയ്യും. If you do something to me, I will put it back on your head. ഇതൊന്നും ചുമ്മാ പോലും ആമേൻ പറയണ്ട. ഞാനൊരു ഒരു 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 സ്ഥലത്തെ പറ്റി ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം ഇങ്ങനെ പറയുന്നത്. I don't want you to say amen to that, but I want to tell you about this particular region, Tyre and Sidon. യഹോവയെ ദൈവം പറയാണ്, നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. Hey, God is telling this people, this region, we have no relationship with each other. ഞാൻ നിന്നോട് ഒത്തിരി ചെയ്തു, അതിന് നീ എന്നോട് പകരം ചെയ്യുവോ? I have done much for you. Are you going to take a vengeance on me for that? ഇനി നീ എന്നോട് എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ അതെല്ലാം നിന്റെ തല ഞാൻ തിരിച്ചു ചെയ്യും. And if you come back and do something against me, I'm going to put it all back against you. എന്ന് പറഞ്ഞാൽ ഇത്രേ കാര്യമുള്ളൂ. പിതാവായ ദൈവം പ്രതികാര ദാഹത്തോടെ സീദോനെ നോക്കുകയാണ്. That means Father God is looking at Tyre and Sidon with vengeance. നമ്മൾ മത്തായി സുവിശേഷത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്, പുത്രനായ കർത്താവ് ഈ ദേശത്ത് എന്നിട്ട് മിണ്ടാതെ നിൽക്കുന്നു. Oh, the Son of God we see in Matthew is silent when it comes to Tyre and Sidon.
പിതാവായ ദൈവം പറയുന്നു, ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും. And God the Father says, I will take my vengeance on you. ഈ രണ്ട് ഭാഗം വായിച്ചപ്പോൾ അല്പം കൂടെ നമുക്ക് മനസ്സിലാകുന്നില്ല, എന്തോ ഗുരുതരമായ പ്രശ്നത്തിനകത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ സോർ സീദോൻ എന്നുള്ളത്. Knowing these two scripture parts, Tyre and Zidon are in real trouble, doesn't it ring a bell for us? It does. Hallelujah. ഞാൻ ആ മെസ്സേജിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്റെ അകത്തെ സന്തോഷം ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ആമേൻ കെട്ടപ്പെട്ട് കിടക്കുന്ന ചില മാറാതെ കിടക്കുന്ന ചില കേഴ്സസിനെ, ചില ആമേൻ ശാപങ്ങളെ എന്റെ തമ്പുരാൻ ഇന്ന് രാത്രിയിൽ പൊട്ടിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു. As I was preparing, and even now I prophesy to you, there are many in darkness. Today my God is going to break it, break it, break it. In Jesus. ഇന്ന് രാത്രിയിൽ ദൈവം നിന്നോട് പ്രതികാരം ചെയ്യുന്ന ദൈവമല്ല, ദൈവം നിന്നോട് സഹതപിച്ച് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. Your God is not a God of vengeance, but your God is a God who has compassion on you. He will break the bonds on your life. For years you must have been tonight you are being ഇതുവരെയും കർത്താവായ യേശു ക്രിസ്തു ഒരു വാക്കുകൊണ്ട് പോലും മിണ്ടിയില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി എന്റെ കർത്താവ് തന്റെ വായ്കളെ തുറക്കുന്ന രാത്രിയാണ്. Tonight is a night the Lord is going to open his mouth for you. He may have never opened his mouth for you till this moment. Tonight, today, now is the time. Praise God. Thank you. ഞാൻ ഈ രണ്ട് ഭാഗം പറഞ്ഞത് ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ ഞാൻ മുമ്പോട്ട് പോകാം. If it is clear, let's go forward. Amen. Amen. ക്ലിയർ ആയെങ്കിൽ ആ കൈ ഒന്ന് കാണാം. Those who can lift your hands and say it is clear. Praise the Lord. Hallelujah. Okay. സീദോനിൽ യേശു പ്രവേശിച്ചിട്ട് യേശു ഒന്നും മിണ്ടുന്നില്ല. ഈ സീദോനെ പറ്റി പിതാവായ ദൈവം പറയുന്നു, നമ്മൾ തമ്മിൽ ഒരു വലിയ പ്രശ്നത്തിനകത്താ. Zor and Sidon is in a big problem with God the Father. He says that in the book of Joel. ഈ ലോക്കൗട്ട് പീരീഡിൽ കർത്താവ് പറഞ്ഞു, നീ ഈ പ്രശ്നം കണ്ടുപിടിച്ച് നീ പ്രശ്നമാണെന്ന് പ്രസംഗിച്ചിട്ട് പോകരുത്, പ്രശ്നം അഴിച്ചിട്ട് വേണം നീ പോകാൻ. Oh, here we says, don't call out problem, complete the problem, find a solution and then go. Amen. Amen. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നീ അവന്റെ കുടുംബത്തിനകത്തോട്ട് കയറാ, അവന്റെ പ്രശ്നം മുഴുവൻ അവന്റെ കുടുംബത്തിനകത്ത് കയറി കിടക്കുക. Oh, the problem, get into his family. All his problem is in his family. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാൻ, എല്ലാ കുരുക്കുകളെ അഴിക്കാൻ ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ അകത്ത് എന്റെ യേശു വന്നിട്ടുണ്ട്. Oh, I want to tell you together that Jesus has come to remove all the problems regarding our families in our families. Okay. നിങ്ങൾ വചനം പഠിക്കാൻ നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്, നല്ല സഭയാണെന്ന് എനിക്കറിയാം. ഒരാഴ്ച ഞാൻ നിങ്ങളോടൊപ്പം താമസിച്ചത് ജീവിച്ചതൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും നല്ല ഓർമ്മയായിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരല്പസമയം കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. Let's go a little more time with the word of God. You are a church that loves the word of God. Amen. നമുക്ക് സീദോന്റെ കുടുംബം വരെ പോയിട്ട് ആ സീദോന്റെ വീട്ടിലൊന്ന് പോയിട്ട് വന്നാൽ കാര്യത്തിന് ക്ലിയർ ആയി. If we go not only to the region of Sidon, if you go into the family of Sidon, things will begin to become clear for us. Okay, നമുക്കൊന്ന് പോകാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് എല്ലാവരും ഇനി Let's go to the book of Genesis. Let's go to the book of Genesis. 10ാം അധ്യായത്തിലേക്ക് വന്നു. 10ാമത്തെ അധ്യായം. Genesis chapter 10. Verse 15. 15ാമത്തെ വാക്യം. Verse 15. Genesis 10:15. ഞാൻ ഇങ്ങനെ മലയാളത്തിൽ വായിക്കാം, അച്ഛൻ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. കനാൻ തന്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, യെബൂസ്യൻ, അമോര്യൻ, പിന്നെ മക്കളുടെ പേരാ, അവരെ ജനിപ്പിച്ചു. Canaan begat Sidon, his firstborn, Heth, Jebusite, Amorite, and Girgasite, and the whole children's name is mentioned there. Okay. അപ്പം സീദോന്റെ അപ്പന്റെ പേര്. What is the name of Sidon's father? Canaan. Canaan. Yeah. Amen. നോക്കിക്കേ, കനാന്റെ മകനാണ് സീദോൻ. Sidon is the son of Canaan. സീദോൻ. ഓക്കെ, നമ്മൾ വീണ്ടും പുറകോട്ട് പോകാം. ഇവിടെ ഒന്നും നിന്നിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനെ എന്താ നമുക്കറിയത്തില്ല, ഇങ്ങനെ കടക്കുക, റൂട്ട് ഇങ്ങനെ കടക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ നമ്മൾ ചില റൂട്ടിനെയൊക്കെ പിടിച്ച് കൊണ്ടുവന്ന് പൊട്ടിച്ച് കളയാൻ പോവാ. Tonight, the Lord, the Holy Spirit is going to bring a lot of roots and going to break it in the name of Jesus. Amen. ഞങ്ങള് നാട്ടിൽ കോവിഡ് വന്നാൽ അവന്റെ റൂട്ട് മാപ്പ് തപ്പിയെടുക്കുന്ന ഒരു പരിപാടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മള് സീദോന്റെ റൂട്ട് മാപ്പ് തപ്പി പോകാൻ പോവാം. Tonight we are going to look into the route map of Sidon. Amen.
സീദോന്റെ അപ്പന്റെ പേര് കേട്ടു കനാൻ. Canaan is the father of Sidon. We heard his name. ഓക്കെ, 9-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിച്ചു, വേഗം വായിച്ചു, സമയം ഓടിപ്പോകുന്നു. 9-ാം അധ്യായം 18-ാം വാക്യം. Genesis 9:18. Let us go there. And verse 18. Yeah, 9:18. And the sons of Noah. പെട്ടകത്തിൽ നിന്നും പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ഷേമും ഹാമും യാഫെത്തും ആയിരുന്നു. The sons of Noah that went forth of the ark were Shem, Ham, Japheth, and Ham is the father of Canaan. നിങ്ങൾ കേട്ടെ, കനാന്റെ അപ്പനിലേക്ക് നമ്മൾ പോവാ. കനാന്റെ അപ്പനാണ് ഹാം. Ham is the father of Canaan. നമ്മുടെ സീദോനിൽ നിന്ന് തുടങ്ങാം. സീദോൻ, കനാൻ, ഹാം. Sidon, Canaan, Ham. ഹാമിന്റെ അപ്പൻ നോഹ. Ham's father is Noah. 4 തലമുറയെ നമ്മൾ പറഞ്ഞു. 4 തലമുറ. 4 generations we have touched. Noah, Ham, Canaan, Sidon. ഞാൻ ചോദിക്കട്ടെ, ഈ 4 തലമുറ എങ്ങനെ നടന്നവരവര്? These 4 generations, how were they at one time? ഓക്കെ, നോഹയിലേക്ക് പോക്കെ, അവരുടെ വല്യപ്പനായ നോഹയിലേക്ക് പോക്കെ. അതിന്റെ മേലോട്ട് പോകണ്ട. Look at their great grandfather Noah. 6-ാം അധ്യായം 9-ാമത്തെ വാക്യം തോന്നുന്നു ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നോഹയുടെ വംശപാരമ്പര്യം പറയുന്നു. 6-ാം അധ്യായം 9-ാം. Chapter 6 tells us about the genealogy of Noah. നോഹ നീതിമാനായിരുന്നു. Noah was a righteous man. തന്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു. He was very innocent in his generation. 3, നോഹ ദൈവത്തോട് കൂടെ നടന്നു. He walked with God. കേൾക്കാം, പ്രസംഗിച്ചോ, വചനം പറഞ്ഞോ, വിശ്വാസത്തോടെ പറഞ്ഞോ, ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ കേട്ടെ, നോഹ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദൈവത്തോട് കൂടെ നടന്നവനായിരുന്നു. Noah was righteous, he was innocent and he blameless and he walked with God. പക്ഷെ അവന്റെ കൊച്ചുമക്കളുടെ കാര്യം വന്നപ്പോൾ ഈ ദൈവം അവനോട് അടുക്കാൻ പാടുപെടുന്നു, ആ തലമുറയോട് അടുക്കാൻ. But when it comes to his grandchildren and great grandchildren, God is finding it difficult to go to them. അവനോട് സംസാരിക്കാൻ പാടുപെടുന്ന സ്വർഗം. Oh, heaven is trying it difficult to talk to them. ഞാൻ മനസ്സിലാവുന്നുണ്ട്, എന്റെ ഹൃദയത്തിന്റെ ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നിടുകയാ. കർത്താവിന് വേണ്ടി നടന്നവൻ. Oh, the one who gave himself for God and walked in innocence and blamelessness. തലമുറ വന്നപ്പോഴത്തേക്കിന് കർത്താവിന് അടുക്കാൻ പറ്റാത്ത നിലയിൽ എവിടെയോ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന തലമുറ. But a generation that is in serious trouble, that God himself cannot move close to them. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, എന്റെ കൊതി എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ, എന്റെ കൂടെ ആയിരങ്ങൾ കൂടാൻ ഞാനൊരു പാസ്റ്റർ എന്ന നിലയിൽ ഏകദേശം സ്തോത്രം 20 വർഷത്തോളം ആകുന്നു. 19 വർഷമായി ഒരു ചർച്ചിന്റെ തന്നെ പാസ്സായിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഒരു ചർച്ചിൽ ഞാൻ ജയാളിയാണെന്ന് പറയുമ്പോൾ തന്നെ എന്റെ മക്കൾ എന്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടവനാണ്. I want to tell you from my heart, I may be the pastor of a church, I have been for the last 19 years. God may give me thousands of people. If my children are not with me, I consider myself as a failure. Hallelujah. എപ്പോഴാണ് എന്റെ ശുശ്രൂഷ വിജയിച്ചെന്ന് ചോദിച്ചാൽ ആയിരങ്ങൾ സ്നാനപ്പെടുമ്പോഴും ആയിരങ്ങൾ ഒന്നിച്ചു കൂടുമ്പോഴും ഒന്നും അല്ല, മറിച്ച് എന്റെ കൂടെ എന്റെ കുഞ്ഞുങ്ങൾ ഒന്നിച്ചിറങ്ങി നിൽക്കുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരെന്നെല്ലാമേ തമ്പുരാൻ വിധി എഴുതുന്നത്. God judges us as victorious, not when we have thousands of people or I baptize so many people. When my children stand with me in the same ministry, honoring God, then I consider myself as victorious. Somebody, hallelujah, praise God. Hallelujah. Hallelujah. ഈ 2020 നമ്മൾ വളരെ വളരെ സൂക്ഷിച്ചു പോകേണ്ട ഒരു മെസ്സേജാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ കുടുംബം നകർത്തിട്ട് ഒന്നും നേടാനില്ല. ഇവിടെ എന്തൊക്കെ നേടിയാലും തലമുറ നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. In 2020, I want to tell you, whatever you gain, even through ministry, if your generation and children are not with you, we have gained nothing. If your family is lost, something big is being lost. Hallelujah. Hallelujah. Hallelujah.
സന്തോഷം ഞാൻ പറയട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പം മക്കളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ തല കൈവച്ചിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞോണം, നിങ്ങളെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേറെ ആരുമില്ലെന്ന്. അവരെയൊക്കെ നോക്കിക്കൊണ്ട് പറ, നിങ്ങളെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേറെ ആരുമില്ല. If your children are here, go put your hand upon them, bless them and tell them, there is nobody as blessed as you, my children. Hallelujah, hallelujah, hallelujah. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെങ്കിലും ഇപ്പൊ അവരെ അനുഗ്രഹിച്ചോണം. Please bless them in your heart and in your mind even now. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. John says, I am happy that my children are walking in truth. There is no greater happiness for me. Amen. Amen. എന്തോ എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയാൻ പറയുന്നു. പുറപ്പാട് പുസ്തകത്തിലെ കാര്യം, ബൈബിള് വായിക്കണ്ട, പുറപ്പാട് പുസ്തകം എബ്രായ ലേഖനോട് ചേർത്ത് വെച്ചോണ്ട് ഞാൻ ആ വാക്ക് പറയാം. മോശയെ പറ്റി ഒരു വാക്ക് പറയാൻ പറയുന്നു. There is a word, the Holy Spirit tells me to tell you a word about Moses in connection with Hebrews as well as in Exodus. 11-ാം അധ്യായം, ഹീബ്രു 11-ാം അധ്യായത്തിനകത്ത് പറയുന്നു, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ഇസ്രായേൽ ജനത്തോട് ചേർന്ന് നിന്ന കഷ്ടം അനുഭവിക്കുന്നത് വലിയതെന്നവൻ കരുതി. Moses considered joining with the people of God a greater thing than all the riches of Egypt. Hebrews 11 tells us. എങ്ങനെയാ ഇസ്രായേൽ ജനത്തെ പറ്റിയൊക്കെ ഉള്ള ബോധ്യ ആ നോഹയുടെ അകത്ത് വന്നേ? Moshe, how did the understanding of the children of Israel come into Moses' heart? 3-ാം മാസം മിസ്രൈമിലേക്ക് പോയവനാ. The man who was taken to Egypt in his 3rd month as a baby. കുഞ്ഞായിരിക്കുമ്പോ മിസ്രൈമിൽ ചെന്നതാ. He went to Egypt when he was a little baby. അവൻ പഠിച്ചത് അവിടുത്തെ തന്ത്രങ്ങളും മന്ത്രങ്ങളും ശാസ്ത്രങ്ങളുമാ പഠിച്ചേ. He learned in the University of Egypt, so to say. പിന്നെ എങ്ങനെ അവന്റെ അകത്ത് ക്രിസ്തു എന്ന വെളിപ്പാടും ഇസ്രായേൽ ജനം എന്നുള്ള ചിന്തയൊക്കെ ചെന്നേ? Then how did he have the revelation of Christ inside him? സ്തോത്രം. എനിക്ക് ആകെ പറയാൻ, എനിക്കൊന്ന് ബിബ്ലിക്കലി അത് കറക്റ്റ് ആണോന്നൊന്നും എനിക്കറിയത്തില്ല. ഒരൊറ്റ സാധ്യതയെ മുമ്പിലുള്ളൂ. There's only one thing which I feel, I don't know if it is biblically, theologically correct. ഇത്രേ അതിന്റെ പിന്നിലുള്ളൂ. ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി കൂലിക്ക് വിളിച്ചോണ്ട് പോയ ഇസ്രായേലിയ സ്ത്രീ പാല് മാത്രമല്ല കൊടുത്ത്, പാല് കൊടുത്തപ്പോൾ അവന്റെ ചെവിക്കകത്ത് ഓതി കൊടുത്തു കാണും, കുഞ്ഞെ നീ വളരുന്നത് മിസ്രൈമിയ കൊട്ടാരത്തിലാണെങ്കിലും നിന്റെ അകത്ത് വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണെന്നുള്ള ബോധ്യം ഓതി കൊടുത്താൽ കാണും. Hallelujah. The one who raised up that baby not only fed the baby with milk, she would have told in his ears, my child, you may be being raised up as the prince of Egypt, but remember what is inside you is not of Egypt. What is inside you is the great and mighty God, his works and his wonders and his word. Hallelujah. What an amazing God. അങ്ങനെ ഒരു സാധ്യതയെ ബൈബിളിനകത്ത് കാണുന്നുള്ളൂ. That's the only possibility we see in the word of God. That is only we see. Amen. Amen. ആ അമ്മ ശരിക്കും യൂസ് ചെയ്ത അവക്ക് കിട്ടിയ അവസരം. That mother really used the opportunity she got from the Lord. Hallelujah. ഞാൻ പറയാം, ഞാൻ നിങ്ങളെ എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ തൊഴുകയോടെ ഞാനൊരു വാക്ക് പറയാം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കരുതുമ്പോൾ തന്നെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ, അവരുടെ ബാങ്കുകൾ നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ തന്നെ നിങ്ങൾ മറന്നു പോകരുത്, ക്രിസ്തു എന്ന ആ നിർമ്മല കർത്താവിനോട് അവൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നുള്ള ബോധ്യം നമ്മുടെ അകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. I want to tell you with all respect to all of us, let us have this vision that even as we are connected to Christ as his chosen bride, our children must also be part of that blessed inheritance. That should be our prayer more than all the wealth we can give to them in this world. Amen. അതുകൊണ്ട് ആ മനുഷ്യൻ തീരുമാനമെടുത്ത്, ആമേൻ, ഫറവോന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അടുത്ത രാജകുമാരൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ, പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ അവൻ ഇഷ്ടപ്പെട്ടത് ദൈവജനത്തോട് ചേർന്ന് കഷ്ടവും നിന്നെ അനുഭവിക്കുന്നതാണെന്നുള്ള ബോധ്യം അവന്റെ അകത്ത് കയറിയെങ്കിൽ ഇന്ന് ഈ സമയം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആ ബോധ്യമാണ് നമ്മുടെ തലമുറയുടെ മേൽ വളരേണ്ടത്. It is this revelation that Moses had lived and spoke. I would rather suffer the sufferings of the people of God than becoming the next Pharaoh of Egypt. That should rule and reign us and our children. And I say for generations to come in Jesus' name, let it happen. Amen, 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 amen. നിങ്ങൾ ശ്രദ്ധിച്ചേ, വല്യപ്പച്ചൻ ശക്തനായി ദൈവത്തോട് കൂടെ നടന്നവൻ.
Grandfather Noah was walking with God. പക്ഷെ എന്റെ കൊച്ചുമക്കളുടെ കാര്യം വന്നപ്പോൾ, 4ാം തലമുറ വന്നപ്പോൾ ദൈവത്തിന് അവനോട് അടുക്കാൻ ബുദ്ധിമുട്ട്. But in the 4th generation, God was keeping a distance from Sidon. എങ്ങനെയായിരുന്നു മാറിപ്പോയെ? How did they move away? തിരിച്ചു വന്നേ 9ാം അധ്യായത്തിലേക്ക് വന്ന് ഞാൻ ആ മാറിപ്പോയ ഒരു വാക്ക് പറയാം. Will me say a word, chapter 9? നമ്മൾ 18ാമത്തെ വാക്യം വായിച്ചു. നോഹയുടെ മക്കളുടെ കാര്യം പറഞ്ഞു. ഷേം, ഹാം, യാഫെത്ത്. ഹാമോ കനാന്റെ മകനാണ്. We read about his genealogy. അതിന്റെ 20ാമത്തെ വാക്യത്തിൽ പറയുന്നു, വെള്ളം വെള്ളപ്പൊക്കം കഴിഞ്ഞ് പുറത്ത് വന്ന് വെള്ളമൊക്കെ താണിട്ട് നോഹ കൃഷി ചെയ്തു, മുന്തിരി ഉണ്ടാക്കി. നോഹ എന്ത് ചെയ്തെന്നറിയാമോ? മുന്തിരിയുടെ ഫലം കൊണ്ട് അല്പം വീഞ്ഞു കുടിച്ചു. Oh, Noah had a little extra wine that day. We read all that in verse 20 of chapter 9. ഓക്കെ, നോഹ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിട്ട്, ബൈബിളിൽ അതേ വാക്കിൽ എഴുതി വായിക്കുന്നു, ലഹരി പിടിച്ച് തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. He was not in a position, the Bible says that he had no clothes upon him. ഇപ്പൊ നോക്കിക്കേ, വീഞ്ഞകത്ത് കയറിയപ്പോൾ അവന്റെ സുബോധം നഷ്ടപ്പെട്ടിട്ട് അവന്റെ വസ്ത്രം, നോഹയുടെ വസ്ത്രം മാറിക്കിടക്കുന്നു. Wine got into his body and his mind. The clothing has left him or left him uncovered. ഈ കാഴ്ച കണ്ടത് ആരാന്നറിയാമോ? You know who saw this? അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, കനാന്റെ അപ്പനായ ഹാമാണ് കാഴ്ച കണ്ടേ. Ham, the father of Canaan, he saw that. ഈ ഹാം എന്ത് ചെയ്തെന്നറിയാമോ? You know what his Ham did? അവൻ ആ നഗ്നത മറയ്ക്കാതെ, without covering the nakedness of his dad, തന്റെ സഹോദരന്മാരെ വിളിച്ചു കൊണ്ടുവന്ന് കാണിച്ചു. he called his brothers and showed him. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, സഹോദരന്മാർ അത് കണ്ടപ്പോ തന്നെ, സഹോദരന്മാർ അവിടെ വന്ന് ഈ വസ്തുത അറിഞ്ഞപ്പോ തന്നെ വസ്ത്രമെടുത്ത് അവര് നഗ്നത കാണാതെ, എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നെ നോക്കിയേ കാണാം, ഞാൻ തിരിഞ്ഞു നിന്നുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? ആ വസ്ത്രം എടുത്ത് കവർ ചെയ്ത് നഗ്നത മറച്ചു. The brothers, as soon as they heard the fact, they took a cloth and without looking at their father, they just put the clothing on him. ഇത് അറിഞ്ഞിട്ട് നോഹ ചാടി എഴുന്നേറ്റു. Noah came to know, he rose up. നോഹയുടെ വാക്കുകളാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. I'm going to tell you the words of Noah. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പൊ 2020 ഹാമിനോട് ചോദിച്ചേ, അച്ഛാ നിങ്ങൾ എന്തോ കാര്യം ചെയ്ത, നിങ്ങൾ എന്തിനാ സഹോദരന്മാരോട് പോയി പറയാൻ കാരണം? Imagine in 2020 we would have asked, what are you doing? Why did you go and tell your brothers? 2020 ഹാമമാരായിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഞങ്ങള് ഇല്ലാത്തതല്ല പറഞ്ഞു, ഉള്ളതാ പറഞ്ഞേ. 2020 Hams would have said, we are not speaking a lie. We are telling what is there. We are telling the fact. We are telling what we saw. Kandada parne. ഉള്ളതാ പറഞ്ഞേ. We have spoken what we have seen. ഗോസിപ്പ് അല്ല പറഞ്ഞു, ഉള്ളതാ പറഞ്ഞേ. We are not speaking a gossip. We are speaking what we saw and heard. ഞാൻ ഇതിനകത്തുനിന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. അത് എന്തുമാത്രം സാധൂകരിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. ദൈവനാമം നിമിത്തം ചിലത് ഉള്ളത് പോലും പറയരുതെന്നല്ലേ ഇവിടെ വചനം പഠിപ്പിക്കുന്നേ. Let me tell you, make a statement even for the name of the Lord. We are not supposed to speak everything as we see it. Isn't that the implication, people of God? Amen. Hallelujah. Hallelujah. എന്റെ അമ്മയുടെ സഹോദരിയുടെ പുത്രനാണ് ചിക്കു കുര്യാക്കോസ് എന്ന് പറയുന്ന കർത്താവിൽ നിദ്ര പ്രാപിച്ച ഒരു സഹോദരൻ. You may have heard of Chiku Kyriakos, who is my first cousin. He went on to be with the Lord. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഡയറി ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു. I was reading one of his diaries of his sermons. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടൊരു, അദ്ദേഹം ഒത്തിരി എടുത്ത് പറഞ്ഞെന്ന് തോന്നുന്നു. ആ വാക്ക് ഇങ്ങനെയാ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പേര് ഇങ്ങനെയാണ്, ബ്ലാങ്കറ്റ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ പുതപ്പ്. The name of his sermon is Blanket of Love. അദ്ദേഹം അതിനകത്ത് ഉദ്ദേശിച്ച് ഇങ്ങനെയാണ്, ബാപ്റ്റിസം കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേക്കിന് ഈ വസ്ത്രം പുതപ്പിക്കുന്ന ഒരു രീതി കേരളത്തിലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ്. But അതിന്റെ ആവശ്യമില്ല. In Kerala, there is a particular way they cover the people. It is a kind of a spiritual symbolism. As soon as people come out, they cover it. We also do that. Yes, we do that. അതങ്ങനെ കണ്ടിട്ടുണ്ടോ? സംഭവം കണ്ടിട്ടുണ്ടോ? Have you seen it? Yeah, we have seen it. We have done it. Yeah. ബൈബിളിലെ വാക്യമൊന്നും അല്ല, ഒറ്റ കാര്യമുള്ളൂ. നമ്മുടെ പുറത്ത് നിൽക്കുന്നവൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കയറി വരുന്നവന്റെ നനഞ്ഞ ശരീരത്തിന്റെ
നഗ്നത കാണാനിരിക്കാനാണ് ഈ സാധനം എടുത്തുനിന്ന് മറയ്ക്കുന്നത്. We put this upon the person coming out of the baptism tank so that people outside will not see the nakedness of the people who have just been baptized. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, എന്റെ ചർച്ചിൽ വന്ന ഒരാളെ ഞാൻ ആ പുതപ്പിച്ചാണ് അവനെ എടുത്ത് ചർച്ചിനകത്ത് കയറ്റിയിരിക്കുന്നത്. Imagine somebody comes new into my church, I put that covering on him and bring him into the church. 3-4 മാസം കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ഈ പുതപ്പ് ഞാൻ മറന്നുപോയി. For 3-4 months I forget this blanket. അന്ന് ആ പുതപ്പിച്ച് കയറ്റിയവൻ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. Today I have got him with the blanket of love. Today I'm speaking against that blanket of love. I am taking the clothes away from my brother. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്, ഇപ്പോഴും ആ ബ്ലാങ്കറ്റ് ആ ബാപ്റ്റിസത്തിന്റെ ആ കുളത്തിന്റെ അരികിൽ തന്നെ ഇട്ടിട്ട് നിങ്ങൾ കയറി പോകുന്നു. May that Chiku Kuriakos was saying, you, those people who are baptized, you are just baptized, but you are leaving the blanket of love there itself in the baptism tank. എനിക്കറിയാം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയാണ്. അതുകൊണ്ട് എന്റെ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വിഷമിപ്പിക്കാനുള്ളതല്ല. പക്ഷെ ഞാൻ പറയാം, എവിടെയെങ്കിലും സ്നേഹത്തിന്റെ കുറവുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിലേക്ക് തിരിച്ചു കയറി വരാൻ ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. I want to exhort you, if you have lost love somewhere as a church, tonight as your brother I am telling you, please come back into the level of love. Amen. Hallelujah. ഞാനൊരു പുതിയ ആശയം പറയട്ടെ. ഗോസിപ്പ് പറയരുത് നല്ലച്ച ഞാൻ പറയുന്നേ. ഗോസിപ്പും പറയരുത്, ഉള്ളതും പറയാൻ ഇടയാകരുത്. Oh, precious man of God, what I'm trying to tell you is not only we should not speak gossip, we should also not speak some of the things which is so evident in front of us. Hallelujah. Hallelujah. സഹോദരന് വേദനയാകുന്നെങ്കിൽ അത് പറയരുത്. We should not speak some of the things that may hurt our brother. അത് മനസ്സിലായെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിക്കൊന്നു സ്തോത്രം ചെയ്യാം. Those who understood it, lift your hands and praise God. ആമേൻ. ഞങ്ങളുടെ ഇവിടെയൊക്കെ കർത്തൃമേശ കഴിയുമ്പോൾ പറയുന്ന വാക്കുണ്ട്. ആമേൻ സ്തോത്രം. ചിലതിലേക്ക് ഉറപ്പിപ്പാൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കാൻ, ആട് നിൽക്കുന്നതിനെ ഉറപ്പിപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി സഭ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. Oh church, these days you pray that some will be strengthened and those who are weak will be strengthened in the Lord. Hallelujah. അപ്പൊ ഞാൻ ആ വാക്യത്തിലേക്ക് വരട്ടെ. നഗ്നത കണ്ടത് ഹാം. എല്ലാരോടും ഹാം. The Ham saw the nakedness of his father. Ham is the one who went and told his brothers. പക്ഷേ ഉറക്കത്തിൽ എഴുന്നേറ്റ, ലഹരി പിടിച്ചെടുത്തു എഴുന്നേറ്റ അപ്പൻ, ഹാമിന്റെ അപ്പൻ ശപിക്കുന്നത് ആരെയാണെന്നറിയാമോ? Do you know who Noah really curses? 25ാമത്തെ വാക്യം. Verse 25. അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ. He says Canaan is a cursed one. തന്റെ സഹോദരന്മാർക്ക് അവൻ ദാസനാകുന്നല്ല, അധമ്മദാസനാകും. He doesn't say you shall be a servant. He says you shall be a servant of servants to his brothers. ഞാൻ പറഞ്ഞല്ലോ, ഇത് സഭയോടുള്ള ദൂതല്ല. ഞാൻ ആ സീദോനെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്നൊരു വഴിയാ. ഇത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയരുത് ജോമൻ ഭാഷ അങ്ങനെയൊക്കെയാണോ പ്രസംഗിക്കേണ്ടത്. അതല്ല, ആ സീദോൻ ഇങ്ങനെ ആയതെന്ന് പറയാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നേരം ചുറ്റിക്കിറങ്ങിയേ. I went all this way, church, not to say anything wrong against you. Speak the word of God. ദൈവത്തിന് അതുപോലെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പറഞ്ഞില്ലേ എന്റെ മേടിക്കും. So I am trying to tell you, people of God, I did not tell you about this message, but I came to tell you, went all this way to tell you why God was keeping away from Zidon. ഹാം തെറ്റ് ചെയ്തു, ശാപം മുഴുവൻ മക്കളുടെ ലൈഫിലേക്ക് കയറി. Ham made a mistake. The curse began to come on the children and the grandchildren. അതിനകത്ത് വാക്ക് കേട്ടണം, അധമ്മദാസൻ, ദാസന് പോലും ദാസനായിരിക്കുന്നവൻ. May you be a servant to servants. We read that. Oh Jesus. നിങ്ങൾ കണ്ടോ കേറി പോകുന്ന കണ്ടോ? See how it goes. എടാ, ഒരു കാലത്ത് ദൈവത്തോട് കൂടെ നടന്ന അപ്പന്റെ കൊച്ചുമക്കളുടെ കാര്യം വന്നപ്പോൾ കൈവിട്ടുപോയി. Look at this. At one time, Noah, who was a man of God, 3 or 4 generations later, the children are nowhere in the scenario with God. What a horrible picture. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ബൈബിൾ വായിച്ചാൽ ഇൻഫർമേഷൻ മാത്രമല്ല കിട്ടുന്നത്. When you read the Bible, let me tell you from my heart, you don't just get information. നിങ്ങളുടെ ടിവി തുറന്നാൽ, നിങ്ങളുടെ റേഡിയോ തുറന്നാൽ ഇൻഫർമേഷൻ കിട്ടും. If you look into your TV or radio, you will get information.
ഇത്ര പേര് കോവിഡ് ബാധിച്ചു, ഇത്ര പേര് സൗഖ്യമായി, ഇന്ന പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇൻഫർമേഷൻസാ കിട്ടുന്നേ. We get a lot of information, especially these days we get about COVID. ടിവിയിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും, ന്യൂസ് പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. ബൈബിൾ വായിച്ചാൽ ഇൻഫർമേഷൻ മാത്രമല്ല കിട്ടുന്നത്. ഇൻഫർമേഷന് വേണ്ടി മാത്രമാകരുത് ബൈബിൾ വായിക്കുന്നത്. ബൈബിൾ വായിച്ചാൽ ഇൻഫർമേഷൻ മാത്രമല്ല, വായിക്കുന്നവന്റെ അകത്തൊരു ട്രാൻസ്ഫോർമേഷനും കൂടെ നടന്നാലേ ബൈബിളിന്റെ വായന പൂർത്തിയാകത്തുള്ളൂ. Unlike any other media, when you read the Bible of God, you will not only get information, you will also get a transformation inside your heart. Somebody, hallelujah. അപ്പൻ വിശ്വസ്തയോടുകൂടെ നടന്ന ഭക്തൻ, നിഷ്കളങ്കനായി നടന്ന മനുഷ്യൻ, ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യൻ, തലമുറയിലേക്ക് വന്നപ്പോൾ ദൈവത്തിന് അടുക്കാൻ പറ്റുന്നില്ലാത്ത ഒരു മേഖലയിലേക്ക് ആ കുടുംബം കയറിപ്പോയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ ഈ ദൂത് കൈമാറാം. പുതിയ നിയമസഭയെ വിളിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് അല്ല. Our new covenant churches are not called that our generations will run away from the presence of God. We are called for a greater blessing. Let me add this in the name of Jesus. What we do, we want our children to do even more. A double power, double anointing upon all our children, that they may stand in the presence of God. അധികാരത്തോടെ നിൽക്കേണ്ടവൻ ദാസത്വത്തിലേക്ക് കയറി പോവുക. The one who should stand in authority is now moving as a servant. What a terrible situation. അധികാരത്തോടുകൂടെ നിൽക്കേണ്ടവൻ ദാസത്വത്തിലേക്ക് കയറി പോവുകയാണ്. The one who should stand in authority is moving into bondage. That's a picture that we see. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, ഇന്ന് രാത്രികാലം തിരിച്ചു വരാനുള്ള സമയമാണ്, തിരികെ കയറാനുള്ള സമയമാണ്, തിരിച്ചു കയറി തലമുറയെ പിടിച്ചെടുക്കാനുള്ള സമയമാണിത്. Tonight I prophesy to you, tonight is a night to come back to your sonship, take over authority and take over your generation. That should also be a greater anointed than you are. അച്ഛാ പറഞ്ഞൊരു വാക്ക് സൺഷിപ്പ്, ഞാൻ ഈ ദിവസങ്ങളിൽ പഠിച്ചൊരു വാക്കാ. സൺഷിപ്പിലേക്ക് ഞാനൊരു വാക്കേ പറഞ്ഞോട്ടെ, പെട്ടെന്ന് ഞാൻ പറയാം. സൺഷിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയാമോ? അവന്റെ താങ്കളും ഇല്ല. റെസ്റ്റ് എന്ന് പറയുന്ന സാധനം സൺഷിപ്പിൽ മാത്രമേ കിട്ടത്തുള്ളൂ. സൺഷിപ്പിനകത്ത് റെസ്റ്റ് ഉള്ളൂ. Rest is only in sonship. Hallelujah. പുത്രത്വത്തിന്റെ അധികാരം. Amen. ആത്മീയത അതിനകത്തില്ല, വ്യസനം അതിനകത്തില്ല, നിരാശ അതിനകത്തില്ല, സങ്കടം അതിനകത്തില്ല. എന്തു വന്നാലും അവന്റെ അകത്തൊരു പീസ്ഫുള്ളാ, എന്തു വന്നാലും അവന്റെ അകത്തൊരു റെസ്റ്റാ. ദൈവം നിങ്ങൾ What is God telling us? Sonship is our inheritance. In sonship we have fullness, we have rest, no depression, no worry, nothing inside us, because we realize we are the sons of God in Christ Jesus our Lord. Hallelujah. ഇനിയിപ്പം നമ്മളെ ഭാഗത്തേക്ക് വന്നേ. ഇപ്പൊ മനസ്സിലായോ സീദോൻ എന്ന് പറയുന്ന കൂട്ടർ എങ്ങനെയാ ഇപ്പൊ വന്നു കയറിയിരിക്കുന്നത്? You see what is the real history of Sidon? അങ്ങോട്ടേക്കാ യേശു ഇപ്പം ചെല്ലുന്നത്. That is where Jesus is now going. പുതിയ നിയമസഭയ്ക്ക് പഴയ നിയമത്തിൽ കിട്ടിയത് എല്ലാത്തിനെയും പിടിച്ചോണ്ട് വരാൻ പോകുന്നതാണ് പുതിയ നിയമസഭയുടെ പ്രത്യേകത. The New Testament church is something that will pull everything from the old covenant and release them from the curses. Hallelujah. ഇങ്ങനെ വാക്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഈ യേശു കർത്താവ് ഗദരദേശത്തേക്ക് പോയി. Jesus went to another place called Gadarenes. We read that. പോകുന്ന വഴിയിൽ മുക്കിക്കളയാൻ അധികാരങ്ങൾ, ലോകത്തിന്റെ അധികാരങ്ങൾ നോക്കി. The worldly authorities tried to drown him when he was passing on to Gadarenes. എന്തായി ഗദരദേശത്ത് ഒരാളെ തേടിയ പോയി, ഒരൊറ്റ മിനിസ്ട്രി ചെയ്യാനാ ഇത്രയും പാടുപെട്ട ആ ദേശത്തേക്ക് എന്ന്. Jesus went all the way for one man. എങ്ങനെയാ ദേശത്തിന് അങ്ങനെ ഒരു പേരുണ്ടായെന്ന് അറിയാവോ? You know how they got that name, Gadarenes? ഇസ്രായേൽ മക്കൾ ഗോത്രമായിട്ട് കനാനിലേക്ക് പോവുക. Oh, the children of Israel were going tribe by tribe to Canaan during the time of Moses. ഇപ്പൊ ചെല്ലും പറഞ്ഞു വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുക. Oh, they have been going for 40 years thinking, today I will get there, today we will get there. ആമേൻ. ഗാദിർ എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട് അതിനകത്ത്, ഇസ്രായേൽ മക്കൾ ഗാദിർ. There is a tribe called Gad in that tribes of Israel. അവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ ആടുകളുടെ സമ്പത്താ. Oh, they have a lot of wealth through sheep. ചെങ്കട യോർദാന്റെ കരയെ വന്നപ്പം മോശയുടെ മുമ്പിൽ ഗാദിരി കൊണ്ട് ഒരു അപേക്ഷ വെച്ചു. When they went to a particular place, Moses had a
Moses had a request. ഒന്നുകൂടെ പറയാം, യോർദാന്റെ കരയെ വന്നപ്പോ, യോർദാൻ കടക്കുന്നതിന് മുമ്പ് ഈ ഗാദിര് വന്നിട്ട് മോശയോട് പറഞ്ഞു, The people of Gad, before they passed on to Jordan, they had a request. ഞങ്ങളുടെ കൂടെ ഇഷ്ടം പോലെ ആടുകളുണ്ട്, There are many sheep with us. ഞങ്ങളെ ഇനി ഈ യോർദാനും കൂടെ കടക്കാൻ സമ്മതിക്കരുത്. Do not let us pass through Jordan. ഞങ്ങൾ ഇനി കനാനിലേക്കില്ല, We are not coming to Canaan. ഞങ്ങൾ ഇവിടെ കൂടിക്കോളാം. Oh, we will be here. We are happy on this side. അങ്ങനെ മോശ സമ്മതിച്ചു. Moses agreed. അങ്ങനെ കൂടി നിന്നവരുടെ ആ ദേശം, ഈ ഗദരദേശം എന്ന് പിന്നീട് അറിയപ്പെട്ടെ. The name Gadarenes has come from the tribe of Gad, who did not want to cross to the other side where God was leading them. കർത്താവ് യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രിയിൽ കർത്താവ് പറഞ്ഞു, മോശ വേണ്ടെന്ന് വെച്ച ഗോത്രത്തെ എനിക്ക് വേണ്ടെന്ന് പറ്റില്ല, ഞാൻ അങ്ങോട്ട് കയറാൻ പോവാ. Jesus said Moses had said no to them, but I want them to. That is why I came. So I am going into that new territory. Hallelujah. മോശ, നിങ്ങൾ നോക്കിയേ, ഒത്തിരി പേരോട് യേശു പറഞ്ഞു എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. To many people Jesus said, come follow me, follow me. ആ ലഗിയോൻ ബാധിച്ചവനോട് യേശു പറഞ്ഞത് കേട്ടായിരുന്നോ? You know what Jesus told to the one who had legion with him? ലഗിയോന് സുഖമായിട്ട് വന്നപ്പോ തോളനൊരു ബാഗ് ഇട്ടോണ്ട് വന്നു, അച്ഛാ ഞാനും പോരുവാന്നും പറഞ്ഞു. The one who was free from legion had a bag and said, Jesus, I am coming with you. കർത്താവ് പറഞ്ഞു, ഞാൻ പൊക്കോളാം, നീ ഇവിടെ നിൽക്ക്, എനിക്ക് ഇവിടെ വേണം നിന്നെ, എനിക്ക് ഈ ദേശത്ത് നിന്നെ വേണം, എനിക്ക് ഈ ദേശത്ത് എന്റെ സത്യത്തെ അറിയിക്കാൻ വേണം. കാരണം ഈ ദേശം മോശ ഉപേക്ഷിച്ച് കളഞ്ഞതാ, പിതാക്കന്മാർ കളഞ്ഞതാ. പക്ഷേ കാൽവറി ഞാൻ പോകാൻ പോകുന്നത് ഈ ദേശത്തിനു വേണ്ടിയാണെന്ന്. He said, stay back. I want you to here to stay, to speak the truth. What Moses has denied, I am going to the cross of Calvary. I need you also, was the message that Jesus told him. ഞാൻ പറഞ്ഞത് അത് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് ഒന്നിച്ച് ഷെയർ ചെയ്യാൻ കർത്താവ് അവസരങ്ങളെ തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആരൊക്കെ ഉപേക്ഷിച്ചാലും കർത്താവ് ഒരിക്കലും ആരെയും ഉപേക്ഷിക്കത്തില്ല. Whoever may have rejected you, Jesus will never reject you. Amen. 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 ആ വല്യപ്പച്ചന്റെ ശാപം കേട്ട് ദാസ്യത്വത്തിലേക്ക് പോയ ഒരു കൂട്ടം, A family. പോലും പറയുന്നു, എനിക്ക് നിന്നോട് പ്രതികാരം ഉണ്ട്. God the Father says, God the Father says, I have vengeance for you because you have been cursed to such a low level. Baki. Praise God. Hallelujah. Hallelujah. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു പ്രിയ? Yes. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് Yes. Hallelujah. ഇന്ന് പകലിൽ ഈ നിങ്ങളുടെ അവിടുത്തെ ഈ പകൽ ടൈമിൽ യേശുവിന്റെ നാമത്തിൽ പറയാം, കർത്താവ് ആരെയും തള്ളിക്കളയുന്നവനല്ല. Our God, I want to say, no, will not reject anybody. That is not our Lord Jesus. Amen. ഇപ്പൊ യേശു കയറി നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് പറഞ്ഞേ, സ്വതന്ത്രം ഈ സീദോണിലേക്ക് കയറി നിൽക്കുക. Now he is in Sidon. What is the name? It is Sidon. Sidon. Sor and Sidon in English. Yes. എന്തുകൊണ്ടാ അങ്ങനെ കയറുന്നൊക്കെ ഇനിയിപ്പോ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. അവരുടെ ചരിത്രമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത്. We have been looking into the history. സഹോദരിയുടെ റെസ്പോൺസ് ആണ് നമ്മൾ വായിച്ചത്. We were reading the response of that woman in Sidon. യേശു ഒരു വാക്ക് പോലും മിണ്ടിയില്ല. Jesus doesn't say one word. പറയാം, യേശു ചില പ്രാർത്ഥന കാര്യത്തിൽ കർത്താവ് റെസ്പോണ്ട് ചെയ്തില്ലെന്നും പറഞ്ഞ് നമ്മൾ ആവശ്യക്കാരൻ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. You know, because God did not hear our prayer once, we who are the needy keep on asking. Hallelujah. 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 യേശു പിന്നെ സംസാരിക്കാൻ തുടങ്ങി. Jesus began to speak again. യേശു സംസാരിക്കുന്ന സംസാരത്തിന്റെ ഭാഷ ഇപ്പോ ഞാൻ പറഞ്ഞ ആ ഭാഗത്ത് നിന്നുകൊണ്ട് പറയണം. യേശു പറഞ്ഞു, ഞാൻ വന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയാണ്, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ്. Jesus, look at his language. He is telling, I have come for my children, my people, the people of Israel.
എന്നിട്ട് രണ്ടാമത് യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ ദാസന്മാർക്ക്, ഈ ശാപം എങ്ങോട്ടാ പോയ? ദാസനാവുമെന്നാ പറഞ്ഞിരിക്കുന്നത്, ദാസന്മാർക്ക് കൊടുക്കത്തില്ല. Then he says the inheritance of the children is not going to go to the servants, to the cursed ones. ഉടനെ അവള് പറഞ്ഞു, അപ്പം ദാസന് വേണ്ട. Immediately she says, you can keep the bread for your children, we don't need it. പക്ഷേ മക്കള് തിന്നാൻ വേണ്ടി അപ്പം മുറിക്കുമല്ലോ. But the children will tear open or divide the bread to eat. ആ മുറിക്കുന്ന ഒരു കഷണം മതി ഞാൻ രക്ഷപ്പെടാൻ. A small piece I will take, that is enough for me to be saved. 28ാമത്തെ വാക്യം പറയുക, യേശു അവളെ നോക്കിക്കൊണ്ട് പറയുക, നിന്റെ വിശ്വാസം വലിയത്. Oh, verse 28, Jesus says, your faith is big. ഞാൻ ചോദിക്കുക, ഇവള് എന്തോ വിശ്വാസമോ പറഞ്ഞ്? I am asking, what faith did she express? ഈ സഹോദരി ഉണ്ടല്ലോ, ഈ ഇങ്ങനെയുള്ള കൂട്ടത്തിൽ കിടക്കുമ്പോൾ അവിടെ അകത്ത് തമ്പുരാനെ കണ്ടപ്പം കയറിയ വെളിപ്പാട് വേറെ വലിയ വെളിപ്പാടാ. You know, she had an amazing revelation when she saw Jesus. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു ചിന്ത ഞാൻ പറയട്ടെ. എന്റെ ചിന്തയല്ല, എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു ചിന്ത ഞാൻ പറയട്ടെ. I want to share with you a thought that my friend shared with me. ആമേൻ. ഈ യേശു കർത്താവിന്റെ അവസാന നാളുകൾ അടുക്കാറായപ്പോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് നമ്മുടെ പരിപാടി തീരാൻ വേണ്ടി പോവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ്, സ്തോത്രം, ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പോവാ, ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോവാ. Oh, Jesus said, I am going to give myself into the hands of the Father. And the disciples said, we have come to the end of our program also. ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ശിഷ്യന്മാർ, എന്റെ പൊന്നു കർത്താവേ, ആവശ്യമില്ലാത്തൊക്കെ നീ വാഗൊണ്ട് പറയാതെ. So according to our common users words, the disciples would have told Jesus, Jesus, please don't open your mouth and say this and that. ഒരു നെഗറ്റീവും പറയണം, നമുക്ക് അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. Nothing will happen to any of us. Don't say anything negative. പത്രോസ് മാറ്റി കൊണ്ടുപോയിട്ട് വഴക്ക് പറയുന്നത്, മേലാൽ ഇത്രയും കാര്യങ്ങൾ നല്ലവണ്ണം പറഞ്ഞിട്ട് അവസാനം വരുമ്പോ എന്താ നീ ഇങ്ങനെ പറയുന്നത്, മേലാ മിണ്ടിപ്പോകരുതെന്നും പറഞ്ഞ് പത്രോസ് വഴക്ക് പറയാൻ തുടങ്ങി. Even Peter begins to rebuke the Lord. Don't say these things. After saying so many good things, don't say such negative things. കാരണം എന്നാന്നറിയാമോ? ഇവർക്ക് യേശുവിനോടൊപ്പം ഒരു രാജ്യമൊക്കെ സ്ഥാപിച്ച് അതിനകത്തൊരു അധികാരം പരിപാടിയൊക്കെ നടത്താൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് പറഞ്ഞത്, ഞാൻ പോകാൻ പോവാണ്. You know, they were intending to be with Jesus, have a kingdom, establish a kingdom in this world, and live as kings in this world and on this earth. ഈ വെളിപ്പാടൊന്നും ഈ സഹോദരിയോട് പറഞ്ഞില്ല. പക്ഷെ സഹോദരി പറഞ്ഞൊരു വാക്ക് ഭയങ്കരമായിട്ട് കർത്താവിനെ പിടിച്ചു കുലുക്കി. None of these revelations was given to the sister in Sidon, but one word which the sister said in Sidon, that took the heart of Jesus. സഹോദരി പറഞ്ഞു കേട്ടോ, അപ്പം വേണ്ട എനിക്ക്. I don't want the bread, the sister says. അപ്പം ഇസ്രായേൽ മക്കൾക്കുള്ളത് മാത്രമാണ്. It is only for the children of Israel. പക്ഷെ ഇത് നുറുങ്ങിയാൽ, but if you break it, ഞാൻ ഈ പറയുന്ന വാക്കിലേക്ക് നിങ്ങൾ കേറുന്നോ? യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്ന എൻ മൂലം ജീവിക്കും. John 6 says, I am the bread of life. Those who eat of me will live because of me. ആമേൻ. അപ്പം അങ്ങനെ ഇരുന്നാൽ ഓർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. If the bread remains as it is, nobody will be saved. അപ്പം കാൽവറിയിലേക്ക് കടന്നിട്ട് കാൽവറിയിൽ വെച്ച് ഈ അപ്പം മുറുകപ്പെട്ടു. On the cross of Calvary, this body was broken, this bread was broken. We know that. Hallelujah. ആമേൻ. സീദോന്യ സഹോദരി, കനാന്യ സഹോദരി പറയാ, അങ്ങനെ നുറുങ്ങി പോയാൽ ഞാൻ രക്ഷപ്പെട്ടു. കാരണം കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, മാനവരാശിക്ക് വേണ്ടിയാണ്. മാനവരാശിയുടെ രക്ഷ കാൽവറിയിലാണ് എന്റെ ദൈവം ചെയ്തു തന്നത്. That is what we understand from that one word from that sister. When my Jesus is going to be broken on the cross of Calvary, a small piece is enough for my salvation, because he came not just for the Jewish people, he came for all people. Hallelujah. ടോമൻ പാസ്റ്ററിന്റെ പ്രസംഗത്തിന്റെ ധൈര്യം, ഷിജു പാസ്റ്ററിന്റെ ആ ധൈര്യം എന്താണെന്നറിയാമോ? യേശു മാനവജാതിക്ക് വേണ്ടി വന്ന് തകർക്കപ്പെട്ടത് കൊണ്ടാണ്. Oh, the confidence and the boldness we have this morning is that Jesus came for all mankind. Hallelujah. ഇന്ന് ബോധ്യം അകത്തുള്ള എത്ര പേരുണ്ട്? എന്റെ കർത്താവ് കാൽവരി തകർക്കപ്പെട്ടത് കൊണ്ട്, ആ അപ്പം മുറിയപ്പെട്ടത് കൊണ്ട്, ആ അപ്പം ഉടഞ്ഞത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെന്ന്, ഞാൻ വിടുവിക്കപ്പെട്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തി യേശുവിന് നന്ദി പറഞ്ഞ്.
How many people of us are bold enough to say, because my Jesus died on the cross of Calvary, I am bold enough to say, hallelujah. Praise God. Hallelujah. Hallelujah. വിചാരപ്പെടണ്ട, ഒന്നിനെ പറ്റി നീ ആകുലപ്പെടണ്ട. നമുക്ക് വേണ്ടി കരുതാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണെന്ന്. Be anxious about nothing. Our God is careful. He is providing for us everything for life and godliness in this world, if I may add. എന്റെ പ്രിയരെ, മിഡിൽ ഈസ്റ്റിലുള്ള ഒത്തിരി പേര്, നിങ്ങളുടെ അവിടെ നിന്നൊന്നും ആരും പറഞ്ഞില്ല, മിഡിൽ ഈസ്റ്റിലുള്ള ഒത്തിരി സഹോദരന്മാര് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വമില്ല, ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നു, ഞങ്ങൾ നാട്ടിലേക്ക് പോരാൻ പോകുകയാ, എന്തു ചെയ്യും എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. Many brothers from the Middle East called and said, Pastor, we don't know what we are doing. We are likely to lose our jobs. We are planning to come back to India. We don't know what to do. ഞാൻ പറഞ്ഞു, നീ ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. I said, look at us. I told them, look at me, look at us. ഞാൻ പറഞ്ഞു, എനിക്ക് ശമ്പളം തരാൻ ഒരു കമ്പനി ഇല്ല. There's no company to give me monthly salary. എനിക്ക് തരാൻ എന്റെ സോഴ്സായി എന്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. Only my Jesus is my source. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ റിസോഴ്സിനെ നോക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. നിങ്ങളുടെ സോഴ്സിനെ നോക്കിക്കേ. സോഴ്സ് നമ്മുടെ നല്ല കർത്താവാണെങ്കിൽ റിസോഴ്സ് എന്റെ ദൈവം ഒരുക്കിക്കോളും. Don't just look at the resources, look at the source. Jesus Christ is our source. When you look at him, everything falls in place. Hallelujah. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ, നിങ്ങളുടെ ഗവൺമെന്റ് ജോബ് ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. അതൊക്കെ ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് പറയാം, നിങ്ങൾ ആരോടും പറയണ്ട. അതൊക്കെ റിസോഴ്സാ. പ്രാർത്ഥിക്കുന്നവന്റെ റിസോഴ്സാണ് ജോലി, പ്രാർത്ഥിക്കുന്നവന്റെ റിസോഴ്സാണ് ബിസിനസ്. പ്രാർത്ഥിക്കുന്നവന്റെ സോഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ചു പറയാം, കാവേരിയിൽ തകർക്കപ്പെട്ട എന്റെ കർത്താവാണ് എന്റെ സോഴ്സ്. അതുകൊണ്ട് ഒന്നിനും കുറവില്ലാതെ, ഒന്നിനും മുട്ടില്ലാതെ എന്നെ നടത്താൻ എന്റെ ദൈവം ശക്തനാണ്. My job, my government job, everything is a resource, but my source is Jesus Christ, the one who prays, the one who looks at him. Jesus is the source. He will order resources for you. Hallelujah. Hallelujah. എന്റെ വാക്കുകൾ ഞാൻ ഇങ്ങനെ ഉപസംഹരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. I want to conclude my words this evening. എന്റെ പ്രിയരെ, ഞാൻ ഒറ്റ വാക്കിൽ പറയാം, ഇന്ന് പകൽ ദൈവത്തിന് ചിലതിനെ പുറത്തു കൊണ്ടുവരണം. This morning God wants to bring some out. എവിടെയെങ്കിലും കുരുങ്ങി കിടക്കുവാണോ നിങ്ങൾ? Are you stuck somewhere in your walk with God? എനിക്ക് നിങ്ങളെ അറിയാം, ഞാൻ നിങ്ങളെ അവിടെ വന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയാം, ആമേൻ, സ്തോത്രം. നിങ്ങളുടെ ജീവിത പ്രതിസന്ധി നിങ്ങളെ കുലുക്കി കളയരുത്. ആ സന്തോഷത്തിലേക്ക്, ആശ്രയത്തിലേക്ക് നമുക്കൊന്ന് കേറി വരാം പ്രിയരെ. Let us be renewed and let us get a double portion of trust with our Heavenly Father. ഈ 2020 പലരും പറഞ്ഞു തുടങ്ങിയത് ആമേൻ അനുഗ്രഹത്തിന്റെ വാക്കുകൾ. ഞാൻ പ്രസംഗിച്ചത് 2020 എന്ന് പറയുന്നത് എന്നെ കർത്താവ് നൽകി തന്ന ചിന്ത, ഇത് സമാധാനത്തിന്റെ വർഷമാണ് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. When 2020 started, before COVID, God told me this is an year of peace. I preached it. പക്ഷേ 3 മാസമായിട്ട് ആ മേഖലകളിലേ ഞാൻ കാണുന്നില്ലൊന്നും. But in the last 3 months, I'm seeing nothing close to peace. പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ വർഷം സമാധാനത്തിന്റെ വർഷമാണ്. I know very clearly that this will be an year of peace. Amen. സമാധാനത്തിന്റെ വർഷമാണ്. This will be an year of great peace. ഈ വർഷം സമാധാനത്തിന്റെ വർഷമാണ്. This is an year of peace. ആമേൻ, സ്തോത്രം. നമ്മള് ഇവിടെയുള്ള മലയാളികൾ അല്ലെങ്കിൽ ലോകത്തിലുള്ളവരെല്ലാം കൈകൊടുത്ത് പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ ഇസ്രായേൽ മക്കൾ പരസ്പരം കൈ കൊടുത്തിട്ട് പറയുന്ന വാക്ക് ഷാലോം എന്നാ പറയുന്നത്. Oh, the people of Israel, they all hold hands and say shalom, which means peace, wholeness, fullness. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ട് പേര് തമ്മിൽ കൈ കൊടുക്കുമ്പോൾ ഒരാളുടെ മുഖത്തോട്ട് നോക്കി പറയുക ഷാലോം. ആ വാക്കിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത്, ഇത് ബൈബിളിലെ വാക്കുകളല്ല, ഗൂഗിൾ ചെയ്ത് നോക്കിയേ. ഷാലോം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥത്തിനടിയിലോട്ട് താഴോട്ട് കൊടുത്തിരിക്കുക. അവൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒന്നും തകർന്നു പോകത്തില്ല, ഒന്നും ഉടഞ്ഞു പോകത്തില്ല, ഒന്നും നഷ്ടപ്പെട്ടു പോകുന്ന വർഷമല്ലെന്ന് ഞാൻ പ്രസംഗിച്ചു തുടങ്ങിയെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ വർഷം എന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല, ഒന്നും പോകത്തില്ല. വർദ്ധനവിന്റെ വർഷമാണിത്. നേരത്തെ പറഞ്ഞതുപോലെ ഡബിൾ പോർഷന്റെ വർഷമാക്കി നമ്മുടെ ദൈവം ഈ ദിവസങ്ങളെ ദൈവം തീർക്കട്ടെ. May God bring it to be a double portion. There looks like no peace, but I tell you, what the Lord has told me, I want to prophesy for all of us. I believe everything connected to me will have restoration, will have a double fold, will have God's fold, as long as we continue to hold on to that word. Hallelujah. 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 ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥാനത്തിൽ എനിക്ക് ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ഒരു വാക്കിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. We're going to pray one word for all of us. Let us pray. After that, I'll be calling Pastor Joby to be praying. എല്ലാവരും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥാനത്തിൽ അടച്ച്. Let's all close our eyes for a minute.
മലയാളത്തിൽ ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്നോട് ചേർന്ന് പറഞ്ഞു. Can you confess this with me? എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ, ഈ ദൈവം എന്റെ ദൈവം, This God is my ഈ God. താതൻ താതൻ, This Father is my Father. മാറില്ലവൻ മറക്കില്ലവൻ, മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ, മാറില്ലവൻ മറക്കില്ലവൻ, മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ, This God is my God. ഈ ദൈവം എന്റെ ദൈവം, This Father is my Father. ഈ താതൻ എന്റെ താതൻ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിന് നന്ദി പറയുന്നു. Thank you, Lord, for your name. നല്ല സമയത്തിനായിട്ട് സ്തോത്രം. Thank you for the wonderful time. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഈ കൂട്ടത്തെ അനുഗ്രഹിക്കും. I bless this group in the name of Jesus. ആരെങ്കിലും ഏതെങ്കിലും നിരാശയുടെ അകത്ത് കിടക്കുന്നെങ്കിൽ അവരുടെ അകം ഉറക്കട്ടെ. Lord, if somebody is depressed, let their hearts be strong today. അവരുടെ അകത്തേക്ക് ഒരു വലിയ റെസ്റ്റ് കൊടുക്കണമേ. I pray rest will fall into them. അവരുടെ അകത്തേക്ക് സമാധാനം പകരണമേ. Help us, Lord. കർത്താവേ, ഞങ്ങൾ സീദോനിൽ യേശു ചെയ്ത അത്ഭുതത്തെ ഞങ്ങൾ വായിച്ചു. We read about the miracle that Jesus did in Sidon. ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ കടന്നിടത്തേക്ക് യേശു കയറി ചെന്നതുപോലെ, Like Jesus went into a place that was totally rejected. ഞങ്ങളെയും അങ്ങ് തേടി വന്നതിനായിട്ട് സ്തോത്രം. Thank you for searching out and reaching out to us. ആ അപ്പം നുറുങ്ങിയതിനായിട്ട് നന്ദി അപ്പാ. Thank you because the bread was broken, Lord. അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തകർത്തതിനായിട്ട് ഞങ്ങൾ നന്ദി പറയും. Thank you for breaking your son for us, Lord. യേശുവിന്റെ നാമത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ശാപത്തിന്റെ കുരുക്കുകളെ ആ തകർച്ചയിലൂടെ അങ്ങ് പൊട്ടിച്ചു കളഞ്ഞതിനായിട്ട് നന്ദി. Thank you, Lord, because of your brokenness, you have broken every curse for us on the cross of Calvary. Thank you, Jesus. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. Thank you because you are Emmanuel, God with us, who works with us. സകല കുടുംബത്തിനും പേര് വരാൻ കാരണമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ In the name ഈ of ഓൺലൈനിൽ കേൾക്കുന്ന എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നപ്പാ. Lord, I bless everybody in the name of the Father, Son, and the Holy Spirit who is listening to this word. അവരേതെങ്കിലും മേഖലകളിൽ വേദനിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അവർ പുറത്തു വരട്ടെ. If they are pained in any area, let them come out in the name of Jesus. അവരുടെ അകത്തേക്ക് വെളിപ്പാടുകൾ കയറട്ടെ കർത്താവേ. Let revelations fall into them, Lord. അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. In your name, I bless them. പ്രത്യേകാൽ പ്രിയ ഷിജു പാസ്റ്ററിനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നു. Thank you, Pastor Shiju and his family. മറ്റ് സഭയാം കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. I bless the family, the church. ഇപ്പോൾ ഇതിനകത്തുള്ള സകലരെ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. I bless everyone in the name of Jesus. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus Christ our Lord. Amen. 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 May God bless you. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ല അവസരത്തിനായിട്ട് നന്ദി. എല്ലാവരെയും കാണാൻ ഒരു അവസരം ദൈവം ഒരുക്കി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you.